ഹലോ ഓൾ, ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമി ഒരുക്കുന്ന പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വർഷം മാത്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ടോപ്പിക്സുമാണ്. അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും നല്ലോണം പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണോ? നമ്മൾ മാത്സിന് വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ മാത്സിൽ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നോക്കിയിട്ട് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും എത്രത്തോളം ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഓരോ ചാപ്റ്റേഴ്സിനും എത്ര വെയിറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ, നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പഠിച്ച ചാപ്റ്ററാണ് അരിത്തമാറ്റിക് സീക്വൻസ്. ഇതിൽ ബേസിക്കലി നിങ്ങൾ ചെയ്യാനുള്ളത് റിവിഷൻ തന്നെയാണ്. പക്ഷേ അരിത്തമാറ്റിക് സീക്വൻസ് എന്നുള്ളത് കുറച്ച് വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ തന്നെയാണ്. അതിന് 14 മാർക്ക് വരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ ബേസിക്കലി നമ്മളെ കോമൺ ഡിഫറൻസും അതുപോലെ സം കാണുന്നതും എന്ത് ടേം കാണുന്നതും കോമൺ ഡിഫറൻസ് കാണുന്നതും അങ്ങനത്തെ ഉള്ള ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ കുറച്ച് വേറെ രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 14 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസ്. രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് നിങ്ങൾക്ക് 2025 ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് സർക്കിൾസ്. 18 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എളുപ്പമുള്ള ചാപ്റ്ററാണ്. അത്യാവശ്യം നമുക്ക് കുറച്ച് തിയറംസ് ഒക്കെ പഠിക്കാനുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന പാഠം തന്നെയാണ്. അധികം ഇക്വേഷനോ അങ്ങനെ ഇട്ട് കുഴപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ തിയറംസ് ഒക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ വെയിറ്റേജ് ഏറ്റവും കൂടിയ ചാപ്റ്ററും ഏതാണ്? സർക്കിൾസ് തന്നെയാണ്. ഓക്കെ, AP അരിത്തമാറ്റിക് സീക്വൻസും കഴിഞ്ഞു, അതുപോലെ തന്നെ സർക്കിൾസും കഴിഞ്ഞു. അടുത്ത പാഠം ഏതാണ്? മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. നമ്മൾ പ്രോബബിലിറ്റി പഠിച്ച ചാപ്റ്ററാണ്. പ്രോബബിലിറ്റി വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ. അതിൽ ഒരു ഇക്വേഷൻ മാത്രം ബേസിക്കലി പഠിച്ചാൽ മതി. ഏതാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിനോമിനേറ്ററിലും അതുപോലെ ഫേവറബിൾ ഔട്ട്കം ന്യൂമറേറ്ററിലും അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ഡിനോമിനേറ്ററിലും ആ ഡിവിഷൻ, അതാണ് പ്രോബബിലിറ്റി. അത്ര മാത്രം പഠിച്ചാൽ മതി. 6 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണെന്ന് വെച്ചിട്ട് ഇതിന് സ്കിപ്പ് ചെയ്യാനിരിക്കരുത്. കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ഏത്? നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നുള്ളത്. 6 മാർക്ക് മാത്രമേ വെയിറ്റേജ് ഉള്ളൂ, പക്ഷേ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒറ്റ ഫോമിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വർഷം മോഡലിനൊക്കെ ചോദിച്ചിട്ടുള്ളതിൽ വെച്ച് കുറച്ച് വെറൈറ്റി ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമ്മളെ എക്സ് സ്ക്വയർ ഡിഗ്രി എക്സിന് 2 സ്ക്വയർ പവർ വരുന്ന ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. അതിന് 7 മാർക്കാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ വെയിറ്റേജ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചാപ്റ്ററാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, പിന്നെ വരുമ്പോൾ ട്രിഗ്നോമെട്രിയാണ്. ട്രിഗ്നോമെട്രി മക്കളെ 5 മാർക്കിനാണ് ചോദിക്കാറ്. പക്ഷേ ഈ വർഷം നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഉള്ള വകയുണ്ട്. കാരണം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ട്രിഗ്നോമെട്രി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ സൈഡ്സിൻ്റെ റേഷ്യോ, ആംഗിൾസിൻ്റെ റേഷ്യോ, അതുപോലെ സൈൻ, കോസ്, ടാൻ, അതുപോലെയുള്ള ബേസിക്കലി കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ആൻഡ് കോർഡിനേറ്റിൽ വരുമ്പോൾ 7 മാർക്കിനാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അതും ഡിസ്റ്റൻസ് ഫോർമുല അങ്ങനത്തെ ഉള്ള ബേസിക്കൽ കാര്യം. എന്താണ് കോർഡിനേറ്റ്, എക്സ് ആക്സിൽ ലൈൻ കട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഉള്ള ബേസിക് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഈ ചാപ്റ്റേഴ്സൊക്കെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. നോക്കൂ, 6, 7, 5, 7 അങ്ങനെയാണ് വെയിറ്റേജ് വരുന്നത്. സോ നിങ്ങൾ ചില ചാപ്റ്റേഴ്സ് ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പം വെയിറ്റേജ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം ബേസിക് ഫോമുല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്കും നേടിയെടുക്കാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ. ടാൻജൻസ് വരുമ്പോൾ ടാൻജൻസ് അത്യാവശ്യം സ്കോറബിൾ ആയിട്ടുള്ള പാഠം തന്നെയാണ്. ടാൻജൻസ് ഈസിയാണ്. ബേസിക്കലി നമുക്കിപ്പോൾ ഒരു ടാൻജൻറ്റിനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് കൺസ്ട്രക്ട് ചെയ്ത് 4 മാർക്കോ അത്ര മാർക്കൊക്കെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ടാൻജൻസ് പഠിക്കുക. ടാൻജൻസ് കുറച്ച് ഈസിയുമാണ്, ഇമ്പോർട്ടൻറ്റുമാണ്, വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുമാണ്. ആൻഡ് സോളിഡ്സിൽ വരുമ്പോൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. സോളിഡ്സ് എല്ലാവർക്കും പാടാണ് ജനറലി. കാരണം കുറച്ച് ഫോമുല ഒക്കെ പഠിക്കാനുണ്ട്. വോളിയത്തിൻ്റെ ഫോമുല, അതുപോലെ LS ലാറ്ററൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്, എത്രയാണ്, സ്പിയറിൻ്റെ സർഫസ് ഏരിയ എത്രയാണ് എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നോക്കൂ, അതിന് 13 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കാതെ സ്കിപ്പ് ചെയ്ത് പോയാൽ 13 മാർക്ക് പോയില്ലേ? അപ്പോൾ അങ്ങനെ പോകരുത്. കാരണം 13 മാർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് തന്നെയാണ്. സോളിഡ്സ് പഠിക്കുക. സോളിഡ്സിലാകെ 4 കാര്യങ്ങളുടെ സോളിഡ്സ്, അതുപോലെ സ്പിയർ, ഹെമിസ്ഫിയർ, അതുപോലെ നമ്മളുടെ സ്ക്വയർ പിരമിഡ്, അതുപോലെ കോണ്, അങ്ങനെ 4 കാര്യങ്ങളുടെ ഇക്വേഷൻസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ജോമെട്രി ആൻഡ് ആൾജിബ്ര ആണ് അടുത്ത് വരുന്നത്. അത് കുറച്ചധികം വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. 17 മാർക്കിന്
നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ്. ബേസിക്കലി അതും ഫോർമുലാസ് തന്നെയാണ്, മിഡ് പോയിൻറ്റ് തിയറം, അതുപോലെ റേഷ്യോ വന്നിട്ടുള്ള പ്രോബ്ലംസ്, അത് അങ്ങനത്തെയൊക്കെയുള്ള ഡയറക്റ്റ്ലി ചോദ്യം വരാനുണ്ട്. ആൻഡ് ഈ ജോമെട്രി കോർഡിനേറ്റ്സ് ഒക്കെ മിക്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ സർക്കിൾസ്, ടാൻജൻസ്, സർക്കിൾസും ടാൻജൻസും കണക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ ഒരു ടാൻജൻറ്റ് സർക്കിളിൻ്റെ റേഡിയസിൽ കട്ട് ചെയ്തു, അവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യം. സർക്കിൾസും ടാൻജൻസും ഒക്കെ റിലേറ്റ് ചെയ്ത് അങ്ങനത്തുള്ള കണക്ട് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ്. ആൻഡ് പോളിനോമിയൽസ് അടുത്ത ചാപ്റ്ററാണ്. പോളിനോമിയൽസ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുപോലെ അത് കണക്ഷൻ വരുന്ന ചാപ്റ്ററാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് പോളിനോമിയൽസും ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാം മക്കളെ. ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് 7 മാർക്കും അതുപോലെ പോളിനോമിയൽസിൽ നിന്ന് 4 മാർക്കും 11 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ചാപ്റ്റർ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്, പക്ഷേ അതിനെ ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ മീനെ പഠിച്ചു, മീഡിയൻ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ക്ലാസ് തന്നിട്ട് മീഡിയൻ കാണാനുള്ള, അസ്യൂംഡ് മീഡിയനും നമ്മുടെ മീഡിയനൊക്കെ കാണാനുള്ള ചോദ്യം ഉറപ്പായിട്ടും വരും. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും, 100% ഉറപ്പുള്ള ക്വസ്റ്റ്യനാണ്. സോ അത് പഠിക്കുക. എന്തിനാണ് വെറുതെ 4 മാർക്ക് കൊണ്ട് കളയുന്നത്? അത് പഠിച്ചിട്ട് തന്നെ പോവുക. കാരണം 100% വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സ്റ്റാറ്റിലെ ആ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 100 ഇത്രയും മാർക്കിന് നിങ്ങൾ ടോട്ടൽ എഴുതാനുള്ളത് 80 മാർക്കിനാണ്. സോ ബേസിക്കലി നിങ്ങൾ വെയിറ്റേജ് നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠം സർക്കിൾസാണ്. സർക്കിൾസ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. കുറച്ച് തിയറംസ് ഒക്കെ ഉണ്ട്, എന്നിരുന്നാലും അത് എന്തൊക്കെയാണ് കണക്ട് ചെയ്തിട്ട് വരുന്നത്, ഈ റേഡിയസിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, അങ്ങനത്തുള്ള ബേസിക് തിയറംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആംഗിൾ തന്നിട്ട് മറ്റൊരു ആംഗിൾ കാണാൻ ചോദിച്ചാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റണം. തിയറംസ് ഒക്കെ അറിയാമെങ്കിൽ ഈസി ആയിട്ട് അറിയാം. നമുക്ക് ഒന്നുകൂടെ ജനറലി നോക്കാം. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടാൻജൻസ് ആണ്. ടാൻജൻസും സർക്കിൾസും ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ടാൻജൻസിൻ്റെ കൺസ്ട്രക്ഷൻ ചോദിക്കും, അതുപോലെ ടാൻജൻസിൻ്റെ കൺസ്ട്രക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിൾസിലും ടാൻജൻസിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. പിന്നെ വരുന്നത് സോളിഡ്സ് ആണ്. സോളിഡ്സിൽ 4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മക്കളെ. അതിൻ്റെ ലാറ്റർ സർഫസ് ഏരിയ പഠിക്കുക, ആ 4 കാര്യങ്ങളുടെ ലാറ്റർ സർഫസ് ഏരിയ, ടോൾ സർഫസ് ഏരിയ, അതുപോലെ വോളിയം. ഇത് 3 പഠിച്ചാൽ കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യൂണിറ്റ് ഇട്ട് കൊടുക്കുക, ഇങ്ങനെയുള്ള ജനറൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ. അത്രമാത്രം പഠിച്ചാൽ മതി. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെച്ച് സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ജോമെട്രി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പഠിക്കാം, കോർഡിനേറ്റ്സും പഠിക്കാം. കോർഡിനേറ്റ്സ് പഠിക്കുമ്പോഴാണ് ജോമെട്രി പഠിക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റും ജോമെട്രിയും ആൽജിബ്ര അതെല്ലാം പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഈ 4 പാഠങ്ങൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ അരിത്തമാറ്റിക് സീക്വൻസ്, ഓഫ് കോഴ്സ് ഞാൻ മറന്നുപോയി. അരിത്തമാറ്റിക് സീക്വൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾ ജനറലി ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇത്രയും കാലം വർക്ക് ചെയ്ത് ആദ്യം തൊട്ടേ ചെയ്യുന്ന പാഠമാണ് അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് അത് യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സോൾവിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അപ്പോൾ അത് തന്നെ ജനറലി അപ്ലൈ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ ഇതാണ് ബേസിക്കലി തിങ്. ഇത്രയും പാഠങ്ങൾ നല്ല ഫോക്കസ് കൊടുത്ത് പഠിക്കുക. ബാക്കി ജനറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. മാത്തമാറ്റിക്സ് ഓഫ് സയൻസ് 6 മാർക്കുകളെന്ന് വെച്ച് സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഇത്ര ചെയ്യുമ്പോൾ ഈ കാര്യം മാത്രം പഠിച്ചാൽ ഈ 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ അതിൽ ജോമെട്രിക്ക് വരുന്ന പ്രോബബിലിറ്റി, ഏരിയാസ് വരുന്ന പ്രോബബിലിറ്റി, അങ്ങനത്തുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും അതുപോലെ തന്നെ പോളിനോമിയൽസും കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? നേരത്തെ പറഞ്ഞു 11 മാർക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യാം. ആൻഡ് ട്രിഗ്നോമെട്രി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, നമുക്ക് നോക്കാം. സോ ഇത്രയും ജനറലായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സാമിൻ്റെ കാര്യം. സോ ഇത്രയും ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മുടെ എക്സാമിന് ചോദ്യം വരുന്നതെന്ന് നോക്കാം. നിങ്ങളെല്ലാം മോഡൽ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്, നിങ്ങൾക്കിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്താണ് ടോട്ടൽ സ്കോർസ്? എത്ര മാർക്കിനാണ് നിങ്ങൾ പരീക്ഷ എഴുതാനുള്ളത്? 80 മാർക്കിനാണ് പരീക്ഷ എഴുതാനുള്ളത്. പക്ഷേ 2.5 മണിക്കൂർ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമുകളിൽ കിട്ടുന്നത്. മാത്സിൻ്റെ കാര്യത്തിൽ അത് വളരെ കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് തോന്നാം. കാരണം ഇക്വേഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ വാല്യൂസൊക്കെ കൊടുത്ത് അതിന് സൊല്യൂഷനൊക്കെ കണ്ടെത്തി വരുമ്പോൾ ഒരു നേരമാവും. അപ്പോൾ 2.5 മണിക്കൂർ പോരാത്തതായിട്ട് തോന്നാം. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് ക്വസ്റ്റ്യൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കാര്യമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടും മക്കളെ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മിനിറ്റ് കിട്ടും. ആ 15 മിനിറ്റിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര ക്വസ്റ്റ്യൻസേ കാണുള്ളൂ. ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ അറിയാം എന്നുള്ള കാര്യം നോക്കുക. ഏതൊക്കെ ഇക്വേഷനാണ് നിങ്ങളിവിടെ ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എക്സാമിന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്നുകൂടെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജനറലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം എഴുതി തീർക്കാൻ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവശ്യമില്ലാതെ വരയ്ക്കുകയൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻ അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ അത് അറിയാം എന്നുള്ള രീതിയിൽ പഠിക്കുക. ആൻഡ് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ ആദ്യം തന്നെ എഴുതാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടാൻ പാടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ലാസ്റ്റത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അറിയാം, അത് ആൻസർ കിട്ടുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പക്ഷേ കുറച്ച് ഹാർഡാണ് ചെയ്തെടുക്കാൻ, അതും ആദ്യം ചെയ്യുക. കാരണം നമുക്ക് ഒരുപാട് ടൈം നമ്മൾ ലാസ്റ്റിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ
നമുക്കത് കുറച്ചുകൂടെ ഹെക്റ്റിക് ആവും, കാരണം ടൈം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും, ഇത് എങ്ങനെ ചെയ്യും എന്നുള്ള ചിന്ത വരാം. ആൻഡ് നിങ്ങൾക്ക് ഒട്ടും അറിഞ്ഞുകൂടാ അത് കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ അത് ഇക്വേഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷേ അത് ലാസ്റ്റിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ 15 മിനിറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ജനറലി ഓടിച്ച് നോക്കുക. ആൻഡ് ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്ന് പറയുമ്പോൾ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ എന്തായിരിക്കും? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആദ്യത്തെ 1 മുതൽ 4 വരെ ഉള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ നിങ്ങൾ 3 എണ്ണം മാത്രം, ഏതെങ്കിലും 3 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി കേട്ടോ. അപ്പം 3 × 2 എത്ര കിട്ടി? 6 മാർക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണ്. ആൻഡ് അടുത്തത് നമ്മുടെ 5 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾ ഏതെങ്കിലും 4 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അതിൽ നിങ്ങൾ ഏതെങ്കിലും 4 മാർക്ക് ആൻസർ ചെയ്താൽ മതി, 4 എണ്ണം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 4 × 3 12 മാർക്ക് കിട്ടി ആണ്. ആൻഡ് ഇവിടെ മൂന്നാമത്തെ സെഷനിൽ വരുമ്പോൾ 11 മുതൽ 21ാമത്തെ ക്വസ്റ്റ്യൻ വരെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ എത്ര എണ്ണം അറ്റൻഡ് ചെയ്യണം? 8 എണ്ണം അറ്റൻഡ് ചെയ്യണം. 8 എണ്ണം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 24. ആൻഡ് 32 അല്ലേ, 32 മാർക്ക് കിട്ടി. ആൻഡ് അടുത്ത നിങ്ങൾക്ക് 22 മുതൽ 29 മാർക്ക് വരെയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിങ്ങൾ ഏതെങ്കിലും 6 എണ്ണം അറ്റൻഡ് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ജനറലി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 80 മാർക്ക് ടോട്ടൽ നിങ്ങൾ സ്കോർ ചെയ്യായി. ഇങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ളത്. ആൻഡ് ജനറലി നിങ്ങൾക്ക് അറിയാം കാര്യങ്ങളൊക്കെ, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് ദ ബേസിക് എക്സാം സ്ട്രക്ചർ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഓരോ പാഠമായിട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അരിത്തമാറ്റിക് സീക്വൻസ് നമ്മൾ ആദ്യം പഠിച്ച പാഠമാണ്. 10ാം ക്ലാസ് തുടങ്ങിയ സമയത്ത് നമ്മൾ പഠിച്ച പാഠം തന്നെയാണ് അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് മോഡൽ എക്സാമിനും അതുപോലെ ഓണം എക്സാമിനും ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള പാഠം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്ന് റിവിഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാഠമാണ്. ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് ഫസ്റ്റിൽ ആലോചിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കോമൺ ഡിഫറൻസ്. ഈ കോമൺ ഡിഫറൻസ് ആണ് ഈ പാഠത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾ. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു AP അല്ലെങ്കിൽ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 കോൺസിക്യൂട്ടീവ് ടേം അടുത്തടുത്തുള്ള ടേമിനെ തമ്മിൽ ഡിഫറൻസ്, അവരുടെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്നാണ് ജനറലി നിങ്ങൾ പഠിച്ചിട്ടുള്ളെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആൻഡ് ജനറലി അത് കാണാനായിട്ടുള്ള മെത്തേഡ്സ്, കോമൺ ഡിഫറൻസ് കാണാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അങ്ങനത്തുള്ള കേസുകളുണ്ട്. അതുപോലെ നമ്മുടെ ജനറലി 2 അടുത്തടുത്തുള്ള ടേംസിനെ തമ്മിൽ ഡിഫറൻസ് കണ്ടാലും എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. സോ അതാണ് ഫസ്റ്റ് തിങ്, അത് ഓക്കെയാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഫ്രം ആൻ ഓൾജിബ്രായിക് ഫോം. ജനറലി എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് സിംഗിളായിട്ടല്ല, ഒരു 3 സപ്പാർട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ജനറലി ഒരു 2n+8 എന്ന് പറഞ്ഞിട്ടാണ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വെച്ചോളൂ. xn ഈസ് ഈക്വൽ ടു 2n+8. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടേം കാണാനുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ടേം x1 ഫസ്റ്റ് ടേം കാണാനുള്ള ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം മക്കളെ? ഈ n-ന് പകരം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷേ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഒരുപാട് ഈ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യനിൽ കൂടെ പോയി വരുമ്പോൾ നിങ്ങൾ ഈ ജനറൽ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഓൾജിബ്രായിക് ഫോം തന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ടേം കാണാൻ ചോദിക്കുന്നു, എന്ത് ചെയ്യണം? ഈസ് ഈക്വൽ ടു 2 × 1+8 എത്ര കിട്ടും? 2+8 എന്ന് പറയുമ്പോൾ 10 ആണ്, 10 കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യാനുള്ളത്? ഒരു ഫസ്റ്റ് ടേം ഫ്രം ആൻ ഓൾജിബ്രായിക് ഓൾജിബ്രായിക് ഫോം തന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം മാത്രമല്ല ഏതൊരു ടേം എത്രാമത്തെ ടേം ചോദിച്ചാലും കാണാൻ പറ്റും. അതെങ്ങനെയാണ്? ഇപ്പം ജനറലി ഞാൻ ഇപ്പോൾ എടുത്ത എക്സാമ്പിൾ തന്നെ 2n+8 എന്ന് പറയുന്ന എക്സാമ്പിൾ, അതിൽ നിങ്ങളുടെ 10th ടേം ചോദിച്ചു കഴിഞ്ഞാൽ x10 ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ x10 ഈസ് ഈക്വൽ ടു n-ന് പകരം 10 കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 20+8, അതായത് 28 ആണ് x10 എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫസ്റ്റ് ടേം ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ട് അതിൽ നിന്ന് d അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം കാണുക, അടുത്തത് x2 കാണുക. x2 എത്ര കിട്ടും? 2 × 2 അതായത് 4+8 അതായത് 12 കിട്ടും അല്ലേ? 12 കിട്ടും. 12 - 10 ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. 12 - 10 എന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നെ നമുക്ക് അതിൽ നിന്ന് d കാണാൻ പറ്റും, എന്ത് ടേം കാണാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത്രയും ഓർത്ത് വയ്ക്കുക കേട്ടോ. ജനറലി നിങ്ങൾക്ക് ബേസിക്കായിട്ട് വേണ്ടിയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ഇപ്പോൾ ഒരു സബ് ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ എഴുതാൻ പറ്റണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫൈൻഡ് ദ nth ടേം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ജനറലി നമ്മൾ xn എന്ന് പറയുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്നത് xn ഈസ് ഈക്വൽ ടു ഈ ഫോർമുല ഓർത്ത് വയ്ക്കുക, dn
പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ള ഫോമുല നിങ്ങൾ ഓർത്തിരിക്കുക. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഡി തന്നിട്ട് നമ്മൾ എന്നും ഉണ്ട് ആൻഡ് ഫസ്റ്റ് ടേം ഉണ്ട്, എന്നില്ല ഫസ്റ്റ് ടേം ഉണ്ട്, ഡി തന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോമുല വെച്ചിട്ട് നിങ്ങൾക്ക് ഓൾജിബ്രായിക് ഇക്വേഷൻ എഴുതാനും ചോദിക്കും. ഇവിടെ നമുക്ക് ഓൾജിബ്രായിക് ഇക്വേഷൻ തന്നിട്ട് എയും ഡി ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ എയും ഡി ഒക്കെ തന്നിട്ട് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആയിട്ട് ഓൾജിബ്രായിക് ഫോം ആയിട്ട് ഈ ഒരു സീക്വൻസിന് എഴുതാനും ചോദിക്കാം. രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ദിസ് ആർ ബേസിക് ക്വസ്റ്റ്യൻസ്, ജനറലി ബേസിക് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ആവില്ല ക്വസ്റ്റ്യൻ വരുന്നത്, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. കൺഫ്യൂഷൻ ആവേണ്ട, ജനറലി നിങ്ങൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് വെച്ച് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആൻസർ താനെ വന്നോളൂ കേട്ടോ. ഓക്കെ, സോ ഡി. ഓക്കെ, വേറൊരു സംഗതി എന്ന് പറയുമ്പോൾ നമുക്ക് 10th ടേം തന്നേക്കും എത്ര, ഒരു 60 തന്നു കിട്ടും. 10th ടേം തന്നിട്ടുണ്ട് 60. ആൻഡ് നമ്മുടെ 8ാമത്തെ അല്ലെങ്കിൽ 6ാമത്തെ ടേം തന്നിട്ടുണ്ട് 40. ഓക്കെ, 10th ടേം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഡി കാണുക എന്ന് വെച്ചിട്ടുണ്ട്. ഡി പക്ഷേ നമുക്ക് അടുത്തടുത്തുള്ള ടേം തമ്മിൽ കുറയ്ക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് ഡി കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് അവർ 6th ടേമും 10th ടേമാണ്. എന്ത് ചെയ്യാം മക്കളെ, ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, 60 മൈനസ് 20 ഡിവൈഡ് ബൈ 10 മൈനസ് 6 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, 20 ഡിവൈഡ് ബൈ 4 കിട്ടും, 5 കിട്ടും. 5 ആണ് ഡി. സോ ഇങ്ങനെയാണ് ജനറലി നിങ്ങൾ ഡി കാണാനുള്ളത്, ടേം ഡിഫറൻസ്. അതാണ് ഈ ഒരു സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ ജനറലി മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഓർത്ത് വെച്ചേക്കുക. ഇത് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അടുത്ത ഒരു ടോപ്പിക്കിൽ പോകുമ്പോൾ സം ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ സം ഓഫ് എ സീക്വൻസ്, സം ഓഫ് എ അരിത്തമാറ്റിക് സീക്വൻസ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ നിങ്ങൾ ജനറലായിട്ട് നാല് കേസ് ഓർത്തിരിക്കുക. ഒന്നെന്ന് പറയുമ്പോൾ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അത് ആദ്യം തൊട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ, 1 2 3 4 അങ്ങനെ പോകുന്ന സീരീസാണ്. 1 2 3 4 എക്സെട്ര. ഓക്കെ, ഇപ്പം നമ്മൾ 10 ടേമിൻ്റെ ആദ്യത്തെ 10 ടേമിൻ്റെ സമ്മ് കാണാൻ ചോദിച്ചു. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനൊക്കെ ജനറലി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്മ് ഓർത്തിരിക്കുക. SN = n × n+1/2. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾക്കൊന്ന് റിവിഷൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ എഴുതാണ്. SN = n × n+1/2. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 10 നമ്പേഴ്സിൻ്റെ സം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ എന്നിന് വരെ എന്ത് എടുക്കുക, 10 കൊടുക്കുക. അപ്പോൾ 10 × 10 + 1 എത്ര, 11/2. അതായത് 5 × 11 55. മനസ്സിലായി? ഇങ്ങനെയാണ് നിങ്ങൾ ജനറലി ഇപ്പം മറ്റേ നമ്പർ ഒന്ന് n/2 × ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതാണ് ജനറലി സമ്മിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജനറലി എന്ത് ചെയ്യുക, 10 ടേമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 10 + 1 11, 10 × 11/2. അല്ലെങ്കിൽ ഒരു 100ാമത്തെ ടേമാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 100 × 101/2. ഇങ്ങനെ ജനറലി ചെയ്യുക കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനാണെങ്കിൽ ഈ ഒരു ഫോമിൽ അപ്ലൈ ചെയ്യുക. ഇതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത കേസ് വരുന്നത് സം ഓഫ് ഫസ്റ്റ് ഓഡ് നമ്പേഴ്സ് എന്നുള്ളതാണ്. ഓഡ് നമ്പേഴ്സിൻ്റെ സം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. n². ഓഡ് നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ജനറലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ n² ചെയ്യുക. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, 1 3 5 ഇതാണ് അവരുടെ സീരീസ് അല്ലേ. ഓഡ് നമ്പേഴ്സിൻ്റെ സീരീസ്, ഈവൻ നമ്പർ വരത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n² ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇപ്പം നമുക്ക് ഇതിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ 2 ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ 1ഉം 3ഉം എത്ര കിട്ടും, 4. അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 4 കിട്ടും. ഇതിൽ ഇട്ട് കൊടുത്താലും ആദ്യത്തെ 2 ഓഡ് നമ്പർ അല്ലേ, അപ്പോൾ 2² എത്ര കിട്ടും, 4. നിങ്ങൾ ഏതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്, ഇത് തന്നെ കിട്ടും. മനസ്സിലായോ? ജനറലി ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് n × n+1/2 ആൻഡ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ n². ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, അടുത്തത് ഓഡ് നമ്പർ കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും, ഈവൻ നമ്പർ ആയിരിക്കും. ഈവൻ നമ്പർ ആണെങ്കിൽ n × n+1. ജനറലി ബൈ 2 ഇല്ല, ആ 2 പേരില്ലെന്ന് ഓർത്താൽ മതി. ഓടില്ല, ഈവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ n × n+1 കേട്ടോ. ഓടാണെങ്കിൽ ഈസി അല്ലേ, n². ഈവൻ നമ്പർ ആണെങ്കിൽ n × n+1/2. സോ ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ അറിയാലോ, 2 4 അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. 4 നാച്ചുറൽ നമ്പേഴ്സാണ് കേട്ടോ. ഓക്കെ, ജനറലി ഇതാണ് കേട്ടോ. ആൻഡ് ഇതൊന്നുമല്ല കേസ്, വേറെ ഏതോ ഒരു സീരീസാണ് 8 11 14 അങ്ങനത്തെ പോകുന്ന സീരീസാണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറലി ഏത് തന്നെ ഉപയോഗിക്കും, SN = n/2 × x1 പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ജനറലി ഓർത്തിരിക്കുക. ഏതൊരു കാര്യം തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഇത് കാണാൻ പറ്റും. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം × n/2. സോ ഈ കേസും ഓർത്തിരിക്കുക കേട്ടോ. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ടേക്ക് അവേ ആയിട്ട് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. SN സം = ജനറലി സമ്മിൻ്റെ ലാസ്റ്റ് ഒരു ഫോമും കൂടെ ഉണ്ട്, മിഡിൽ ടേം × n. അതായത് ഓടാണെങ്കിൽ മാത്രം ഒരു സീരീസ് തന്നേക്കാം.
1 3 5 ഇത് നമ്മുടെ ഓഡ് നമ്പറിൻ്റെ സീരീസാണ് 7 and 9. ഓക്കെ, ഇത് എത്ര ടേം ഉണ്ട്? 5 ടേം ഉണ്ട്. അപ്പോൾ 5 ടേം എന്ന് പറയുമ്പോൾ 5 ടേം എന്ന് പറയുമ്പോൾ ഓടല്ലേ മക്കളെ? 5 ടേം 5 ടേം ഉണ്ടെങ്കിൽ ഓടാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഒരു മിഡ് പോയിന്റ് കാണും അല്ലേ? ഓഡ് നമ്പറിന് മാത്രമേ എന്ത് കാണുള്ളൂ? മിഡ് ആയിട്ടുള്ള ഒരു ടേം കാണും. നമ്മൾ മീഡിയനിൽ പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിന്റ് ഏതായിരിക്കും? n+1/2 അല്ലേ? എത്ര ടേം ഉണ്ടോ അതിൻ്റെ +1/2. n+1/2 എന്ന് പറയുമ്പോൾ 5+1/2 എത്രയാണ്? 6/2 3. തേർഡ് ടേം ആയിരിക്കും. തേർഡ് ടേം ആരാ? 1 2 3. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 5. ഇയാളാണ് മിഡിൽ ടേം. സോ ഇങ്ങനെ മിഡിൽ ടേം ഇൻറ്റു n എത്ര നമ്പർ ഉണ്ട്? മിഡിൽ ടേം ഏതാ? 5 ഇൻറ്റു എത്ര നമ്പർ ഉണ്ട്? 5. ഇത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സം കിട്ടും. 5 × 5 എത്ര? 25. ഇനി ഇത് സം ചെയ്ത് നോക്ക്. 4 9 9 + 9 18 18 + 7 എന്ന് പറയുമ്പോൾ 25 അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്? സം കാണാനുള്ളത്. എങ്ങനെ? ഓഡ് നമ്പർ വരുമ്പോൾ ഉള്ള മാത്രം കേസാണ് ഞാൻ പറഞ്ഞത്. മിഡിൽ ടേം ഇൻറ്റു n. മിഡിൽ ടേം ഇൻറ്റു n എന്ന് പറയുമ്പോൾ മിഡിൽ ടേം ഇൻറ്റു എത്ര നമ്പർ ഓഫ് ഇതുണ്ടോ അത്രയും നമ്പർ. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മക്കളെ. ജനറലി നിങ്ങൾക്ക് ആൻസർ കിട്ടും. സമ്മിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ആൻഡ് സീക്വൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. 14 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. സോ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ 14 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് അരിത്തമാറ്റിക് സീക്വൻസ് കേട്ടോ. സോ ജനറലി നമുക്ക് ചോദ്യം വരുന്ന ഒരു ഏരിയ നോക്കാം. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ AP അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 140 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദ സെയിം സീക്വൻസ് ഈസ് 440. ഫൈൻഡ് ദ 4th and 6th ടേം. സോ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഓക്കെ, ഈ ഇക്വേഷൻ സമ്മിൻ്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ SN = n/2 × x1 + xn അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമുല ഇതായിരിക്കും നിങ്ങൾ ഡയറക്റ്റ് ഉത്തരം എഴുതാൻ പോകുന്നത്. പക്ഷേ എക്സാമിൽ തന്നിട്ടുള്ള ഒരു കീ പോയിന്റ് അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കത്തില്ല. അത് മനസ്സിലാക്കുന്നതിലാണ് മക്കളെ കാര്യം. നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസസ്. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് 7 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് S7 = 140 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സം ഓഫ് 11 ടേംസ് ഓഫ് ആൻ AP അത് സെയിം സീക്വൻസിൻ്റെ 11 ടേംസ് തമ്മിൽ കൂട്ടുമ്പോൾ S11 = 440 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ചോദ്യം 4th and 6th ടേം, 6ാമത്തെയും 4ാമത്തെയും ടേം കാണുക എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു ലൂപ്പ് ഹോൾ ഒളിഞ്ഞിരിക്കുന്നത് വെച്ചാൽ S7 തന്നിട്ടുണ്ട്. നമുക്ക് 4ാമത്തെ ടേമാണ് വേണ്ടതല്ലേ? 4ാമത്തെ ടേമും 6ാമത്തെ ടേമുമാണ് വേണ്ടത്. നോക്കൂ, 7 + 1/2 എത്രയാണ്? 7ൻ്റെ നടുക്ക് നിൽക്കുന്ന 7 ടേംസ് ആണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം ആണ് 7 + 1/2. അത് എത്രയാണ്? 8/2 എത്ര? 4 ആണ് കേട്ടോ. 4 അല്ലേ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ S11 എന്ന് പറയുമ്പോൾ 11 + 1/2. 11 ടേംസിൻ്റെ മിഡിൽ ടേം എത്രയാണ്? 11 + 1/2 12/2 എത്ര? 6. ക്ലിയർ അല്ലേ? 6ഉം നമുക്ക് എത്ര കിട്ടി? 4ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ 6th 4th ടേം അല്ലേ? ഇപ്പോൾ മനസ്സിലായോ ഏതാണ് കണക്ഷൻ എന്ന്? യാ, അതായത് സം = മിഡിൽ ടേം ഇൻറ്റു n അല്ലേ? ഇതല്ലേ ചോദ്യം. സം എന്നുള്ളത് തന്നിട്ടുണ്ട്. ഫസ്റ്റിൻ്റെ സം എടുക്കാം. S7 ടേംസിൻ്റെ സം 140 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 140 = മിഡിൽ ടേം അറിഞ്ഞുകൂടാ നമുക്ക്. മിഡിൽ ടേം എത്രയാണ്? 4th ടേം അല്ലേ? 4th ടേം ഇൻറ്റു എത്ര? n എത്ര ടേംസ് ഉണ്ട് മക്കളെ? 7 ടേംസ് ഉണ്ട്. 7 ടേംസ് അല്ലേ? അതായത് 4th ടേം = 140 / 7 = 20 എന്ന് കിട്ടും. 4th ടേം കിട്ടി, 20. ഈസി. അതുപോലെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. S11 = 140 ആണ് തന്നിട്ടുണ്ട്. അതായത് 140 = മിഡിൽ ടേം എത്രയാണ്? 6th ടേം. 140 = 6th ടേം ഇൻറ്റു എത്ര നമ്പേഴ്സ് ഉണ്ട്? 11 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 440 ആണ് മക്കളെ. 6th ടേം = 440 / 11 എന്ന് കിട്ടും. അതായത് എത്ര കിട്ടും? 40 അല്ലേ? 40 അല്ലേ കിട്ടുന്നത്? 40. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. സോ ഫൈൻഡ് ദ 4th ടേം ആൻഡ് അത് നമുക്ക് കിട്ടി. അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. സമ്മിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ജനറലി വരാം, വേറെ രീതിയിലും വരാം. സോ സമ്മിൻ്റെ ജനറൽ ഫോർമുലാസ് പഠിക്കുക. മിഡിൽ ടേം അപ്പം നമ്മൾ ഇപ്പോൾ മിഡിൽ ടേമിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിട്ടിരുന്നെങ്കിലോ? സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൂടെ പഠിക്കുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1. ഒന്നിനെക്കാളും കൂടുതൽ ഗ്രേറ്റർ ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതുക. സിമ്പിൾ അല്ലേ? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 3 5 7 ഓഡ് നമ്പേഴ്സ് ജനറലി നിങ്ങൾക്ക് അറിയാം. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? 3 7 9 11. സോ മക്കളെ ക്വസ്റ്റ്യൻ വായിച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി വായിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു കീ കിട്ടാതിരിക്കില്ല. ആദ്യത്തെ കൺഫ്യൂഷനാണ് ഇതെനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ആ മാർക്കങ്ങ് പോകും.
ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഇക്വേഷൻ അറിയായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനറലി 1, 2, 3 തവണ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടി വായിച്ചു നോക്കുക. കാരണം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ റോങ് ആയിട്ടായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ അത് റോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ അത് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക. അപ്പം എല്ലാം ക്ലിയർ ആവും, എല്ലാം പക്കയാവും കേട്ടോ. അപ്പോൾ സീക്വൻസ് ഇങ്ങനെയാണ്. 3 അപ്പോൾ എ എത്രയാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 3 ആണ്. ജനറലി ഇതായിരിക്കും ടേം പ്ലസ് എക്സെട്ര. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ്. ഓക്കെ, ജനറലി നമ്മളെ ഓഡ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? 2n+1 എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ജനറലി ഇപ്പോൾ നമ്മൾ 3 തൊട്ടാണ് വരുന്നത്. അപ്പോൾ 3, 5, 4 ഓഡ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2n+1 എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3, 7, 9, 11 ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഓൾജിബ്രായിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ 2n+1 ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് മൈനസ് ചെയ്യുക, എ കണ്ടെത്തുക, ഡി കണ്ടെത്തുക, എന്നിട്ട് മറ്റേ f-d ഇൻറ്റു ആ ഫോമുലയില്ലേ dn എന്ന് പറയുന്ന ഫോമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് 2n+1 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ ഓൾജിബ്രായിക് ഫോം കിട്ടുന്നത്. ജനറലി അത്ര മനസ്സിലാക്കുക. ആൻഡ് ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഓൾജിബ്രായിക് ഫോം ഓഫ് ദിസ് സീക്വൻസ് ആണ്. ഈ ഒരു സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം മക്കളെ. കാരണം കഴിഞ്ഞ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ക്രിസ്മസ് എക്സാമിനാണ് തോന്നുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1, 2, 3 ഇതിൻ്റെ ജനറൽ ഫോമുല കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ഫോമുല തന്നിട്ട്, അതായത് 3, 7, 9, 10 ഇങ്ങനെ ജനറലി ഏതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആകട്ടെ, ഇതൊരു AP അല്ല, ജനറലി ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഓൾജിബ്രായിക് ഫോം തന്നേക്കും. കൺസിഡർ ഇറ്റ് ടു ബി 5n+7 ഇങ്ങനെ ഒരു ഫോമാണെന്ന് വെച്ചോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടേംസ് എല്ലാം ഡിവൈഡഡ് ബൈ 7, 7 ഡിവൈഡഡ് ബൈ 7, 7 ഇങ്ങനെയുള്ള കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ്? ദ ഹോൾ ഡിവൈഡഡ് ബൈ 7 ആയിരിക്കും. മനസ്സിലായോ? ജനറൽ ടേം ഡിവൈഡഡ് ബൈ 7 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുക. ഡി കണ്ടെടുത്ത് എ ഉണ്ട് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഓൾജിബ്രായിക് ഫോം കണ്ടെത്താം. രണ്ട് രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ട്. 2n+1/2 എന്നുള്ളതാണ് ന്യൂമറേറ്ററിൻ്റെ മൊത്തം ഉള്ള കാര്യം. ബാക്കി ഡിനോമിനേറ്റർ എന്താണ്? എല്ലാം 6 വെച്ച് ഡിവൈഡ് ചെയ്ത് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജനറലി 2n+1/6 എന്ന് ഡയറക്റ്റ് എഴുതാം മക്കളെ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഡയറക്റ്റ് നമ്മളെ ഫോമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കൊടുത്ത് എഴുതാം കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. സോ 2n+1/6 ആണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പ്രൂവ് ദാറ്റ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വന്നേക്കാം. പ്രൂവ് ദാറ്റ് ദിസ് സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി നാച്ചുറൽ നമ്പേഴ്സ്. ഇത് നാച്ചുറൽ നമ്പർ കണ്ടെയ്ത് ഇതുപോലുള്ള പ്രൂഫും ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാറുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ 2n+1/6 എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല? നാച്ചുറൽ നമ്പർ ഒരിക്കലും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് ജനറലി അറിയാം 3/6, 5/6, 7/6 മക്കളെ മുകളിൽ ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. എപ്പോഴും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഈ ഒരു ഓഡ് നമ്പർ ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ്. കിട്ടുമോ ഒരു നാച്ചുറൽ നമ്പർ? എപ്പോഴും ഫ്രാക്ഷനും അല്ലെങ്കിൽ ഒരു ഡെസിമലോ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ജനറലി നമുക്കത് അറിയാം. പക്ഷേ നമുക്കത് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യും? ജനറലി 2n+1/6 എന്നുള്ളത് 2n/6 + 1/6 ആയിരിക്കില്ലേ? ഇവരുടെ തമ്മിൽ സം ചെയ്യണം. അതായത് 2n/6നെയും 1/6നെയും സം ചെയ്യണം മക്കളെ. n എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സാണ്. എപ്പോഴും നാച്ചുറൽ നമ്പേഴ്സാണ്. 1, 2, 3, 4, 5, 6 എക്സെട്ര എന്ന് തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ 2n എന്ന് പറയുന്നത് എന്തായിരിക്കും? n നാച്ചുറൽ നമ്പേഴ്സ്. ഈ ഒരു ജനറൽ ഫോമിൽ തന്നെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പം ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. 2n എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. അതായത് n എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പർ, 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2n+1 എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും? ഓഡായിരിക്കും. ഒരു ഈവൻ നമ്പറിനെ ഒന്ന് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? ഓഡ് നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഓഡ് നമ്പർ ഡിവൈഡഡ് ബൈ ആൻ ഈവൻ നമ്പർ വിൽ നോട്ട് ബി എന്താണ്? നാച്ചുറൽ നമ്പർ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൂഫായി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യത്തില്ല? നമ്മുടെ നാച്ചുറൽ നമ്പർ ആവത്തില്ല. ദിസ് ഈസ് ദ ജനറൽ പ്രൂഫ്. ഇതുപോലെ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനും പ്രൂഫ് ചെയ്യേണ്ടത്. കുറച്ചൊക്കെ വേറിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങളത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ജനറലി ഈ ഫോമുലാസ് എല്ലാം പഠിക്കുക. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? സോ അതായിരുന്നു നമ്മുടെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന പാഠം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, 18 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സർക്കിൾസ്. ഓക്കെ, നമുക്ക് ഓരോ തിയറംസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളായിട്ട് പഠിച്ചു നോക്കാം കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കാം, ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്ത് നോക്കാം.
ഇഫ് വി ജോയിൻ ദ എൻഡ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിന്റ് ഓൺ ദ സർക്കിൾ ഇറ്റ് വിൽ ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. തിയറം ഓർത്തെടുക്കാൻ പാടാണെങ്കിൽ ഞാൻ പടം വരച്ച് തരാം. ഒരു ഡയമീറ്റർ ഉണ്ട് മക്കളെ, എ ബി ആണ് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു കോഡാണ്. ആൻഡ് ഈ ഡയമീറ്ററിൽ നിന്ന് ഞാൻ സർക്കിളിലേക്ക് ഒരു വേറൊരു പോയിൻ്റ് വെച്ചിട്ട് രണ്ട് പോയിൻറ്റും ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ പോയിൻ്റ് എന്തായിരിക്കും? എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇതാണ് ഫസ്റ്റ് തീരം പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഓർത്ത് വെച്ചേക്കുക. ഒരു ഡയമീറ്ററിൻ്റെ രണ്ട് പോയിൻറ്റിൽ നിന്ന് നിങ്ങൾ ഒരു പോയിൻറ്റിലേക്ക് യോജിക്കുകയാണെങ്കിൽ ആ പോയിൻറ്റ് സർക്കിളിൽ തന്നെ ഉണ്ടാവണം, സർക്കിളിൽ തന്നെ ഉള്ള പോയിൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു സി എന്നിട്ട് കൊടുക്കാം. ആ പോയിൻറ്റ് സി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കാം. ജോയിനിങ് ദ എൻഡ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിൻറ്റ് ഇൻസൈഡ് ദ സർക്കിൾ ഗീവ്സ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. മക്കളെ ഡയറക്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ഈ തിയറംസ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. എല്ലാ തിയറംസും ഈച്ച് ആൻഡ് എവറി തിയറം നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ നമുക്ക് എ ബി എന്നുള്ള ഒരു ഡയമീറ്റർ ഉണ്ട്. ഡയമീറ്ററിൻ്റെ അകത്ത്, അതായത് സർക്കിളിൻ്റെ അകത്തായിരിക്കണം ഇവർ ഒരു പോയിന്റിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈ ആംഗിൾ എപ്പോഴും ഏതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും? ഐ മീൻ ഈ ആംഗിൾ എപ്പോഴും ആരെക്കാളും ഗ്രേറ്റർ ആയിരിക്കും? 90നേക്കാളും കൂടുതലായിരിക്കും. ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. ചിലപ്പോൾ ഒരു 100ഓ അല്ലെങ്കിൽ ഒരു 110ഓ ഒക്കെ വരാമെന്നുള്ള ആംഗിളായിരിക്കും ഉള്ളിൽ വരുന്ന ആംഗിൾ. നിങ്ങൾ ജനറലി മിസ്റ്റേക്ക് പറ്റിപ്പോകാൻ അകത്തല്ലേ, അപ്പോൾ ചെറിയ ആംഗിൾ ആവില്ലേ എന്ന് ഓർക്കും. പക്ഷേ ഏറ്റവും ഇപ്പം നമുക്ക് അടുപ്പിച്ച് വരികയാണെങ്കിൽ ഏറ്റവും അടുത്ത് വരുന്നതായിരിക്കും ഏറ്റവും വലിയ ആംഗിൾ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം സർക്കിളിൻ്റെ അകത്തൊരു പോയിന്റിൽ നിങ്ങൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു പോയിന്റ് വരച്ചിട്ട് അതിന് ഡയമീറ്റർ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എപ്പോഴും ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് മനസ്സിലായല്ലോ. സർക്കിളിൻ്റെ പോയിന്റിലാണെങ്കിൽ 90, സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90. ഇത് ഓർക്കുക. അങ്ങനെയെങ്കിൽ സർക്കിളിൻ്റെ പുറത്ത് എന്തായിരിക്കും? ലെസ് ദാൻ 90. അത് തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ്? സർക്കിളുണ്ട്, ഡയമീറ്റർ എ ബി ആണ് മക്കളെ. ഇതിൻ്റെ പുറത്ത് ഒരു ആംഗിൾ വന്നാൽ ഇതെപ്പോഴും എന്തായിരിക്കും? ഈ എക്സ് എന്നുള്ള ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും? ലെസ് ദാൻ 90 ആയിരിക്കും കേട്ടോ. ആംഗിൾ എപ്പോഴും ലെസ് ദാൻ 90 ആയിരിക്കും. ഇത് ഇത്രയും ഓർത്തിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഞാൻ ഓർമ്മയുള്ളത്, ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. എ ബി 3 ആംഗിൾ കൊടുത്തിരിക്കും. സോ ഇങ്ങനെ ഒരു ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്, ഇത് വൈ ആൻഡ് ഇത് സെഡ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ ആംഗിൾ സി ഡി ആൻഡ് ഇ. അപ്പോൾ സർക്കിൾ പാസസ് ത്രൂ സി ആണ്. സർക്കിൾ സിയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ആംഗിൾ ആയിരിക്കും വലുത്? ഏത് ആംഗിൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ വലുത്? മക്കളൊന്ന് ഗസ് ചെയ്ത് നോക്കും. ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വലുത് സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കും. സിയിൽ കൂടെയാണ് സർക്കിൾ പാസ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ ഇങ്ങനെ വരില്ലേ? അപ്പോൾ അതാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. കാരണം സർക്കിളിൽ കിടക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ആണ്. അതുപോലെ സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന വൈ എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? ലെസ് ദാൻ 90 ആയിരിക്കും എപ്പോഴും. ആൻഡ് സർക്കിളിൻ്റെ പുറത്ത് കിടക്കുന്ന ഈ ഇസഡ് എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? എപ്പോഴും എത്ര തന്നെയാണ്? എപ്പോഴും ലെസ് ദാൻ 90 തന്നെ ആയിരിക്കും കേട്ടോ. നമുക്കിങ്ങനെ എഴുതാം. ഏറ്റവും കൂടുതൽ വലുതാരാ? വൈ ആണ്. വൈ ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ ഇസഡ് എന്ന് പറഞ്ഞ് എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതി വയ്ക്കുക. ജസ്റ്റ് ഞാൻ ഒന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാം. ദ ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെൻറ്റർ. ഓക്കെ, ജനറലി നമുക്ക് ഇത് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരുന്നുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റിമെമ്പർ. ഒരു ആർക്ക് ഇവിടെ ഒരു സെൻറ്ററാണ് ഇത്. ഒ സെൻറ്ററായില്ലേ? സെൻറ്ററാണ് ഇത്. ഒ. ഓക്കെ, ഈ ഒരു ആംഗിൾ ഇപ്പോൾ എക്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ സർക്കിളിൻ്റെ പോയിന്റിലേക്ക് സെൻറ്ററിൽ ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെ സർക്കിളിൻ്റെ പോയിന്റിലേക്ക് വേറൊരു ആംഗിൾ വരച്ചു. അതാണെങ്കിൽ x/2 ആയിരിക്കും മക്കളെ. എപ്പോഴും ഇതിൻ്റെ പകുതി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സർക്കിളിൽ ഇവിടെ സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 100 ആണെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 50. സിമ്പിൾ. 60 അല്ല, 50 ആണ് കേട്ടോ. 50. സിമ്പിൾ. ഇങ്ങനെ ജനറലി നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ വേറൊരു സാധനം വരുന്നത് എ പെയർ ഓഫ് എൻ ആംഗിൾ ഓൺ ആർക്ക് ആൻഡ് ഓൾട്ടർനേറ്റ് ആംഗിൾ ആർ സപ്ലിമെൻ്ററി എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ വേറൊരു ആംഗിൾ വരയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വേറൊരു ആംഗിൾ വരച്ചു. ഈ പോയിൻ്റ് തന്നെ ജോയിൻ ചെയ്തു. ഇവിടുത്തെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇവിടുത്തെ ആംഗിൾ ഈ x/2 ഇല്ലേ, ഈ x/2ൻ്റെ സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് 180 മൈനസ് x/2 ആയിരിക്കും. 180 മൈനസ് x/2 ആയിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ പറ, ഇവിടെ 100 കിട്ടിയില്ലേ, ഇവിടെ മുകളിൽ 50 കിട്ടി. അങ്ങനെയാണെങ്കിൽ 100ൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എത്രയായിരിക്കും? അതെപ്പോഴും 180 മൈനസ് 50 ആയിരിക്കും. എത്ര? 130 ആയിരിക്കും കേട്ടോ. ജനറലി 130 ആണ്. നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ ഓർത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. അതറിയാം.
And if all four vertices of a quadrilateral are on the circle and then opposite sides are supplementary. ഇതും ഓർത്തിരിക്കുക, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ കാര്യമാണ്. സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്നു, ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, എല്ലാ വെർട്ടിസസും എവിടെയാണ്? സർക്കിളിൽ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 180 - x ആയിരിക്കും മക്കളെ, 180 - x ആയിരിക്കും. ഇവിടെ y ആണെങ്കിൽ ഇവിടെ 180 - y ആയിരിക്കും. ജനറലി മനസ്സിലായല്ലോ, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടെ ഓർത്തിരിക്കുക, ഇത് ഇത്രയും നമുക്ക് മനസ്സിലായി. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബബ്ലി ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു 90% ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. if two chords of a circle intersect within the circle, then the product of the parts of the two chords will be equal. Chords are equal. സിമ്പിളാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. വീണ്ടും ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ പെർഫെക്റ്റ് അല്ലേ? ഇവിടെ ഒരു കോഡ് വരയ്ക്കാം. ഓക്കെ, രണ്ട് കോഡും അകത്ത് തന്നെയാണ്, സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. രണ്ട് കോഡും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിൻ്റ് പി ആണ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് പി ആണ്. ഓക്കെ, ഫസ്റ്റ് കോഡ് എ ബിയും സെക്കൻഡ് കോഡ് സി ഡിയും ആണ് കേട്ടോ, സി ഡിയും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഇതോട്ട് എ പി ഇൻറ്റു പി പി, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജനറലി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുകൂടി ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അല്ലെങ്കിൽ കോഡ്സ് ഇൻ്റർസെക്റ്റ് വിത്തിൻ ദ സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ രണ്ട് പാർട്സിൻ്റെ പ്രൊഡക്റ്റിനെ മറ്റേ കോഡിൻ്റെ രണ്ട് പാർട്സിൻ്റെ പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത് കേട്ടല്ലോ. ഇതുപോലെ നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊരു തിയറം ഉണ്ട്. ദ പ്രൊഡക്റ്റ് ഓഫ് ദ പാർട്സ് ഇൻറ്റു വിച്ച് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഇസ് കട്ട് ബൈ എ പെർപെൻഡിക്കുലർ കോഡ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഹാഫ് ഓഫ് ദ കോഡ്. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇത് നോക്കിയിരിക്കുക, പറഞ്ഞു തരാം. നോക്കിക്കോ, ഇവിടെ ഒരു സർക്കിളുണ്ട് മക്കളെ, ഇവിടെ ഒരു സർക്കിളുണ്ട്. അതിൻ്റെ ഡയമീറ്റർ നമുക്ക് വരയ്ക്കാം എ ബി. നമ്മൾ ജനറലി വരയ്ക്കുന്ന പോലെ തന്നെ ഡയമീറ്റർ എ ബി വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിനെ പെർപെൻഡിക്കുലറായിട്ട് വേറൊരു കോഡ് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്, പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സി ഡി എന്നാണ് ആ കോഡിൻ്റെ പേര്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് പി ആണ്, എപ്പോഴും പി ആണ് കേട്ടോ. പി ആയിട്ട് നമ്മൾ ജനറലി എഴുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോഡിൻ്റെ പകുതി എത്രയാണ്? പി സി അല്ലെങ്കിൽ സി ഡി അല്ലെങ്കിൽ പി ഡി. ഇതിൻ്റെ പകുതി പി ഡി അല്ലെങ്കിൽ സി പി എന്നുള്ള സാധനം ഇതിൻ്റെ സ്ക്വയർ, പി സിയുടെ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ പി എ ഇൻറ്റു പി ബി. ഇത് ഓർത്തിരിക്കുക, കാരണം ഇങ്ങനെ ഫിഗേഴ്സ് തന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആംഗിൾ എത്ര, സൈസ് എത്ര, ഇതിൻ്റെ ലെങ്ത് എത്ര എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ജനറലി വരാറുണ്ട്. അപ്പോൾ പഠിച്ചിരിക്കാൻ മക്കളെ. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇത് ജനറലി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിഗർ കൂടി വരച്ചത്. ഓർത്തിരിക്കുക, മനസ്സിലായല്ലോ? ഓക്കെ. If the chords A, B and C, D of a circle are extended to meet P, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത് വേറൊരു മൂന്നാമത്തെ കേസാണ്. ഈ കേസും കൂടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇവിടെ ജനറലി നിങ്ങൾക്ക് ഒരു സർക്കിളുണ്ട്. സർക്കിൾ കുറച്ച് വരയ്ക്കാം. ജനറലി ഇങ്ങനെ ഒരു സർക്കിളുണ്ട്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു കോഡ് വരച്ചു. അതുപോലെ തന്നെ ഞാൻ ആരെ വരയ്ക്കുകയാണ്? സി ഡി എന്ന് പറയുന്ന കോഡ് വരച്ചു. ഇതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, ഈ പി ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് വരച്ചു. ഈ സി ഡിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് വരച്ചു. അപ്പോൾ ഇവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഇല്ലേ, അത് ജനറലി ഏതാണ്? പി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയും എന്ത് തന്നെ പറയാം? പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി ഡി ഇൻറ്റു പി സി എന്ന് പറയാൻ പറ്റും കേട്ടോ. ഇത് തന്നെയാണ് ചോദ്യം. നിങ്ങൾ മറ്റേത് പാർട്സ് ഓഫ് എ കോഡ് ഇൻറ്റു പാർട്സ് ഓഫ് മറ്റേ കോഡ് ഈസ് ഈക്വൽ എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് തിയറത്തിൽ പഠിച്ചു. അപ്പോൾ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് സി ഡി ഇൻറ്റു ഡി പി ഈസ് ഈക്വൽ ടു എ ബി ഇൻറ്റു ബി പി എന്നുള്ളതാണ്. പക്ഷേ അത് തെറ്റാണ് മക്കളെ. മൊത്തത്തിലാണ് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി ഡി ഇൻറ്റു പി സി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ജനറലി ഓർത്തിരിക്കുക, കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഈക്വേഷൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? സോ ജനറലി ഇത്ര നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ പഠിച്ചത് ഒന്നുകൂടി നോക്കാം. ജനറലി നമ്മൾ നോക്കിയത് 3 ആക്ഷനുകളാണ്. സർക്കിളിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ 90 ഡിഗ്രി, പുറത്ത് വരികയാണെങ്കിൽ ലെസ് ദാൻ 90, അകത്ത് വരികയാണെങ്കിൽ മോർ ദാൻ 90 കേട്ടോ. ഇത്രയും ഓർത്തിരിക്കുക. ആൻഡ് ജനറലി നമ്മൾ പഠിച്ചത് ഓക്കെ, ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ മുകളിൽ പകുതിയായിരിക്കും, ഇവിടെ സപ്ലിമെൻ്ററി ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി. ആൻഡ് ഇവിടെ സൈക്കിൾ ക്വാഡ്രിലാറ്ററിൻ്റെ കാര്യം നോക്കി. ഓൾ ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക്, ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും എന്ന് നോക്കി. ആൻഡ് ഇവിടെ അടുത്ത കാര്യം നോക്കിയത് കോഡ്സിൻ്റെ കാര്യമാണ്. കോഡ്സിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കി.
PA × PB = PC × CD. എവിടെ രണ്ട് കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു വിത്തിൻ എ സർക്കിൾ. പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡയമീറ്ററിനെ കട്ട് ചെയ്യുമ്പോൾ ആ കോഡിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ = ഡയമീറ്ററിൻ്റെ പാർട്സ്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഡയമീറ്ററിൻ്റെ പാർട്സ് ഈക്വൽ ആയിരിക്കും, പാർട്സിൻ്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ലാസ്റ്റായിട്ട് നമ്മൾ നോക്കിയത് ഏതാണ്, ഒരു രണ്ട് കോഡിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സർക്കിളിൻ്റെ പുറത്ത് ഒരു പോയിന്റ് പിയിലേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും എന്താണ് PA × PB = PC × PD എന്നുള്ള കാര്യമാണ് നിങ്ങൾ ജനറലി മനസ്സിലാക്കുക. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇതിൽ നോക്കിയിരിക്കേണ്ടത്. ആൻഡ് ഇവിടെ നമുക്ക് കഴിഞ്ഞതിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഫിഗർ O is the center of the ABCD ആൻഡ് ഓക്കെ നമ്മൾ കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട്. മെഷർ ഓഫ് AOC ഇത് ഞാൻ തന്നെ പഠിപ്പിച്ച കാര്യമാണ്. ജനറലി നമുക്ക് ഒന്നുകൂടി നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. നമുക്ക് ഫസ്റ്റ് എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് നമുക്ക് ഈ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ O ഇത് കാണണം. പക്ഷേ നമുക്കിവിടെ ഉള്ളിൽ 40 ഡിഗ്രി മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്ങനെ കാണാൻ പറ്റും മക്കളെ? ജനറലി നിങ്ങൾ ഈ സർക്കിൾസ് പഠിക്കുമ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾ പഠിച്ച തിയറംസോ അത് മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ മുതലേ പഠിച്ച് വന്നിട്ടുള്ള സർക്കിൾസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. അതിലൊരു കാര്യമാണ് OA = OC. OA = OC. കാരണം എന്താണ്? OA = OC എന്ന് പറഞ്ഞാൽ രണ്ട് റേഡിയസ് ആണ്. റേഡിയസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും ഈ സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? ഇവിടുത്തെ ആംഗിൾ അതായത് ആംഗിൾ OACയും അതുപോലെ OCAയും ഈക്വൽ ആയിരിക്കും. അത് എത്രയാണ്? 40 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ സം പ്രോപ്പർട്ടി അത് നമ്മൾ പണ്ട് പഠിച്ചതാണ്. ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് എത്രയാണ് ടോട്ടൽ ആംഗിൾ, മൂന്ന് ആംഗിളും ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 40 + 40 80 കിട്ടും. പിന്നെ 100 കൂടെ ചേരുമ്പോഴാണ് 180 ആവുന്നത്. സോ ഈ ആംഗിൾ എത്ര കിട്ടും? 100 ആണെന്ന് കിട്ടും. സോ ഈ ഒരു ആർക്ക് ABC എന്ന് പറയുന്ന ആർക്ക് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 100. അങ്ങനെയാണെങ്കിൽ അതേ ആർക്ക് ഇവിടെ സർക്കിളും ആയിട്ട് മാർക്ക് ചെയ്യുന്ന പോയിന്റ് എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും മക്കളെ. സിമ്പിൾ. ജനറലി നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. എൻ്റെ പകുതിയാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ആംഗിൾ ഡിയും ഈ ആംഗിൾ ബിയും സപ്ലിമെൻ്ററി ആണെന്ന് നമ്മളിപ്പോൾ ജസ്റ്റ് മുന്നേ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ എത്രയാണ്? 180 - 50 എത്രയാണ്? 130 കിട്ടും കേട്ടോ. ഞാൻ ജനറലി എക്സാമ്പിൾ വെച്ചിട്ട് ചോദിച്ചത് ഈ ക്വസ്റ്റ്യനാണ്. സെൻട്രലി 100 വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് നേരത്തെ കാണിച്ചു തന്നത്. ഓക്കെ, നമ്മൾ AOC കണ്ടു, AOC അല്ലത് AOC കണ്ടു, D കണ്ടു, B കണ്ടു. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് നോക്കാനുള്ളത് BAQ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിളാണ്. ഇവിടെ നിങ്ങൾക്ക് ടാൻജൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ വരുന്നുണ്ട് മക്കളെ. നോക്കിക്കോ, BAC അല്ലേ, BAQ ഈ ആംഗിളാണ് കാണാനുള്ളത് അല്ലേ. പക്ഷേ ഇവിടെ നിങ്ങൾ എങ്ങനെ കാണും? ഈ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ട്രയാംഗിളോ അതൊന്നുമല്ല, ഒരു ജസ്റ്റ് ഒരു ആംഗിൾ മാത്രമാണ് തന്നിട്ടുള്ളത്. എങ്ങനെ കാണും നോക്കാം. OA എന്ന് പറയുന്ന റേഡിയസ്, PQ എന്ന് പറയുന്ന ടാൻജൻ്റ് ആണ് തന്നിട്ടില്ലേ. PQ is a ടാൻജൻ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താണ്? പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയിൽ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. ഒന്ന് 40 നമ്മൾ കണ്ടുപിടിച്ചതും, ഒന്ന് 20 അവർ തന്നിട്ടുള്ളത്. 20 + 40 എന്ന് പറയുമ്പോൾ 60. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 90 മൈനസ് ചെയ്താൽ പോരെ? 90 - 60 എത്രയാണ്? 30 മക്കളെ. BAQ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രിയാണ് മക്കളെ. സിമ്പിളല്ലേ? ഡയറക്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മക്കളെ ഒരു ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഡയറക്റ്റ് നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് വരത്തില്ല ചിലപ്പോൾ. അപ്പോൾ വേറൊരു പാഠത്തിൻ്റെ സഹായം തേടാൻ വേണ്ടിയിട്ട് മടിക്കരുത്. ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഇക്വേഷൻസോ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ലോജിക്കോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അറ്റ് ലാസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന എന്നുള്ളത് മാത്രമേ മാറ്റർ ചെയ്യുള്ളൂ കേട്ടോ. സോ ഇതാണ് നമ്മുടെ സർക്കിൾസിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനറലി ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോവാം. ആൻഡ് കോഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. കോഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കോഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവുക. ആൻഡ് ഫോർമുലാസ് ഓർത്തിരിക്കുക. ജനറലി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്റർ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഏതാണ്? മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൽ വരുമ്പോൾ നമ്മൾ പഠിച്ച പാഠമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ചാപ്റ്ററാണ്. പക്ഷേ വെയിറ്റേജ് കുറവാണ്. 6 മാർക്കിന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ സ്കിപ്പാക്കാൻ പാടില്ലാത്തൊരു ചാപ്റ്ററാണ്. കാരണം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് മക്കളെ. ഒരേ ഒരു ഫോർമുല മാത്രമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഏതാണ്? പ്രോബബിലിറ്റി = നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം. ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്ന ഒറ്റ ഫോർമുല മാത്രമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇത് ഓർത്തിരിക്കാൻ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചോ. ഇത് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓർത്തിരിക്കാൻ ഒരു പാടുമില്ല. ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്രയാണ്? ഇത് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ജനറലി ചോദിക്കാൻ പോകുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാം. പക്ഷേ ഇപ്പോൾ ജോമെട്രിക്കൽ ഫിഗേഴ്സൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ചാൻസ് ഇല്ല. കാരണം ജനറലി ഈസി ആയിട്ടുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. പ്രോബബിലിറ്റി ഓഫ് ജോമെട്രിക്കൽ ഫിഗർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഏരിയ വെച്ചിട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 1/4 ആണ്. 4 ഔട്ട്കംസ് ഉണ്ട്. അതിലൊരെണ്ണം മാത്രമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. മിക്കവാറും ഒക്കെ ഇങ്ങനെ കണ്ണടച്ച് കുത്തുമ്പോൾ ഈ കുത്ത് ഷെയ്ഡഡ് റീജിയനിൽ വീഴാനുള്ള പ്രോബബിലിറ്റി ജനറലി നിങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്.
അപ്പോൾ ഒരു സർക്കിള് അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ അകത്തൊരു റെക്റ്റാങ്കിൾ വരുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജനറലി ഇതാ നോക്ക്, 2 സ്ക്വയർ കട്ട് ചെയ്യുമ്പോൾ ഈ റെക്റ്റാങ്കിളിൽ ഒരു സ്ക്വയർ 3ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിളിൽ ഷെയ്ഡഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷെയ്ഡഡിൽ ഞാൻ ഡോട്ട് ഇടാനുള്ള പ്രോബബിലിറ്റി അങ്ങനെ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, സ്ക്വയറിൻ്റെ ഏരിയ കാണുക, പിന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുക. അപ്പം ഇത് മൊത്തം 6 ആണെങ്കിൽ ഇത് 2 ആയിട്ട് തന്നിട്ട് കാണും. അപ്പോൾ ആ ലെങ്തും ബ്രെത്തും ഒക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ കാണുക, രണ്ടിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുക, സ്ക്വയറിൻ്റെ ഏരിയ കാണുക. സ്ക്വയറിൻ്റെ ഏരിയ ആണ് ഇവിടെ ടോട്ടൽ ഔട്ട്കം. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഡിവൈഡ് ബൈ സ്ക്വയറിൻ്റെ ഏരിയ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ജനറലി കൺഫ്യൂസ്ഡ് ആവേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മക്കളെ 2 ഏരിയ കാണുക, ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ മണ്ടയിൽ എഴുതുക, ടോട്ടൽ ഏരിയ എന്ത് ചെയ്യുക ഡിനോമിനേറ്ററിൽ എഴുതുക, ഇക്വേഷൻ കാണുക. ജനറലി അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ആൻഡ് ലാസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് തിങ് ആണ്, പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ടേക്കിംഗ് 1 ഫ്രം എ ഗ്രൂപ്പ് ഓഫ് എം ആൻഡ് 1 ഫ്രം എ ഗ്രൂപ്പ് ഓഫ് n ഐറ്റംസ്, ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് എന്ന് പറയുമ്പോൾ m × n ആണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതെ നമ്മൾ നോക്കിയിരുന്ന കാര്യമാണ്, പക്ഷേ ഇപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മോഡൽ എക്സാമിന് നിങ്ങൾക്ക് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഇപ്പോൾ ഒരു ബോക്സിൻ്റെ അകത്ത് ബ്ലാക്കും വൈറ്റും ഇട്ടിട്ടുണ്ട്, മറ്റൊരു ബോക്സിൻ്റെ അകത്ത് ബ്ലാക്കും വൈറ്റും ഇട്ടിട്ടുണ്ട്, പക്ഷേ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് പിക്ക് ചെയ്യേണ്ട പ്രോബബിലിറ്റി, 2 കാര്യങ്ങളും നമ്മൾ പിക്ക് ചെയ്യണം. അപ്പോൾ എന്താണ്, ഇവിടെ n നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്, ഇവിടെ n നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്, ഇവിടെ m നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്, ഇവിടെ n നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ബോക്സിൽ നിന്നും നമ്മൾ ബ്ലാക്ക് ബോൾസ് പിക്ക് ചെയ്യേണ്ട പ്രോബബിലിറ്റി, 2 ബോക്സിൽ നിന്ന് നമ്മൾ വൈറ്റ് ബോൾ പിക്ക് ചെയ്യേണ്ട പ്രോബബിലിറ്റി, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അവിടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുമ്പോൾ m × n തന്നെ എഴുതുക. കാരണം നിങ്ങൾ എല്ലാ ബോൾസും കൂടി ഇവിടെ ഒരു 10 ബോളുണ്ട്, അവിടെ ഒരു 20 ബോളുണ്ടെങ്കിൽ 10 + 20 30 എഴുതി വെക്കരുത്. 10 × 20 200 പ്രോബബിലിറ്റിയാണ്, 200 ചാൻസസ് ആണ് അവിടെ ഉള്ളത് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം 200 ഔട്ട്കംസ് ആണ് നമ്മൾക്ക് അവിടെ ഉള്ളത്. പ്രോബബിലിറ്റി ഇൻറ്റു തന്നെ എടുത്ത് വെക്കുക. അതവിടെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് പ്രോബബിലിറ്റിയിൽ. പ്രോബബിലിറ്റി ഈ ഒരു ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നോക്കിയിട്ട് പോകുക. അത്ര തന്നെയുള്ളൂ മക്കളെ. പ്രോബബിലിറ്റിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോബബിലിറ്റി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാ വെച്ചാലും അറ്റൻഡ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. ജനറലി ഈ ഫോമിൽ തന്നെ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് കുറേ കൂടെ അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ 4ാമത്തെ പാഠമായിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കമ്പാരിറ്റീവ്ലി എന്താണ്, വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഫസ്റ്റ് ജനറൽ ഫോം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ച് തന്നെയാണ് സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഇക്വേഷൻ എന്തായിരിക്കും, അവിടെ തന്നിട്ടുള്ള എങ്ങനെയായിരിക്കും, എക്സ് വേരിയബിളിൻ്റെ പവർ എത്രയായിരിക്കും, ഏറ്റവും കൂടുതൽ വലിയ പവർ എത്രയായിരിക്കും, സെക്കൻഡ് 2 തന്നെയായിരിക്കും. അത് ഓർത്തിരുന്നാൽ മതി. ആൻഡ് ഒരു ഈക്വൽ ടു സൈൻ വേണം. ആൻഡ് ഈ എക്സിൻ്റെ സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള എ എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് എത്ര ആവാനും പാടില്ല, 0 ആവാനും പാടില്ല. കൺഫ്യൂഷൻ ആവേണ്ട. ജനറലി എക്സ് സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ 2 സൊല്യൂഷൻ കാണും, എക്സിന് 2 സൊല്യൂഷൻ കാണും. സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നതും പഠിച്ചിട്ടുള്ളതും. ആൻഡ് ജനറലി ഇവിടെ 2 സൊല്യൂഷൻ എക്സിന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ എന്തോ ഒരു എറർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2 സൊല്യൂഷൻ എന്തായാലും കിട്ടും. എക്സ് സ്ക്വയർ എന്നുള്ള സാധനത്തിന് സൊല്യൂഷൻ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ 2 സൊല്യൂഷൻ കിട്ടും എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജനറലി നിങ്ങൾക്ക് വരേണ്ട എറർ ഞാൻ പറഞ്ഞുതരാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അല്ലാതെ ബാക്കി 2 മെത്തേഡ്, ഒന്ന് ഫോമുല ഉപയോഗിച്ചും അല്ലാതെ ജനറൽ മെത്തേഡ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ജനറലി കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ജനറലി പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 10x = 24 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷേ നമുക്ക് ഇപ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ലെങ്കിൽ അങ്ങനത്തുള്ള മെത്തേഡ് വെച്ചിട്ട് -24 = 0 എന്ന് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുകൊണ്ടിരുന്നത്? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എയ്തർ പ്ലസ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ സം ചെയ്യുമ്പോൾ 10 കിട്ടണം അല്ലേ, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ആൻഡ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ -24 കിട്ടണം. അങ്ങനെയുള്ള 2 നമ്പർ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ ജനറലി ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഒക്കെ കോംപ്ലിക്കേഷൻ വരാം. ജനറലി സൊല്യൂഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു വലിയ നമ്പറാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചോ, ഇപ്പോൾ ഒരു 694 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ നമ്പറാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രയും വരത്തില്ല, 125 എന്നൊക്കെയുള്ള വലിയ നമ്പറാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ നമ്പറാണ് ഇവർ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുക എന്നൊക്കെ കൺഫ്യൂഷൻ വരും, കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. കോംപ്ലിക്കേഷൻ ആയെങ്കിൽ വിട്ടുകളാ. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് പറയാം. അപ്പോൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ
ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് എങ്ങനെയാണ് രാമുവിൻ്റെ ഏജ് ഇത്രയാണ്, അവൻ്റെ അച്ഛൻ്റെ ഏജ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണക്ട് ചെയ്തിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബിൽഡ് ചെയ്ത് വരണം. ഈ ഒരു ഇക്വേഷൻ ബിൽഡ് ചെയ്തെടുത്ത് സോൾവ് ചെയ്യാനേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ജനറലി ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് പറ്റുമോ എന്ന് നോക്കുക. ജനറലി ഇവിടെ സെക്കൻഡ് ടേം എടുക്കുക, അത് ഇവൻ നമ്പർ ആണോ എന്ന് നോക്കുക. ഇവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് പകുതി എടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവൻ നമ്പറാണ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കാൻ പറ്റും. ഹാഫ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 10/2 എന്ന് പറയുമ്പോൾ ഹാഫ് എന്ന് പറയുമ്പോൾ 5 കിട്ടും. 5ൻ്റെ സ്ക്വയർ ചെയ്യുക, എത്രയാണ് മക്കളെ? 5ൻ്റെ സ്ക്വയർ 25. 5ൻ്റെ സ്ക്വയർ 25. ഈ 25 വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നോക്കിക്കോ, എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 25 ഇട്ട് കൊടുക്കുക. ഇവിടെ LHSൽ 25 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ RHSലും എന്ത് ചെയ്യുക? 25 ഇട്ട് കൊടുക്കുക. ഇവിടെ പ്ലസ് 25 അല്ലേ, അപ്പോൾ ഈക്വൽ ടു 24 അവിടെ ഉണ്ട്, പ്ലസ് 25 ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? 25 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഏത് ഫോമായി? a പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അത് ഓർമ്മയില്ലെങ്കിൽ ഇവിടെ സ്ക്വയർ ടേം ആണോ? എക്സ് സ്ക്വയർ ടേം ആണ്, എക്സിൻ്റെ സ്ക്വയർ ആണ്. ഇവിടെ സ്ക്വയർ ടേം ആണോ? 25, 5ൻ്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇവിടുത്തെ സൈൻ നോക്കുക, പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ എന്ന് ഇതിനെ ഇട്ട് കൊടുക്കുക. ആൻഡ് ഈക്വൽ ടു എത്ര ഇടാം? 24 പ്ലസ് 25. ജനറലി അതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം, 49 ആണ്. ഇനി എങ്ങനെ സോൾവ് ചെയ്യും? ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്വയർ ആണ്, അവിടെ സ്ക്വയർ ടേം ആണോ നോക്കുക. സ്ക്വയർ ടേം ആയിരിക്കും എന്തായാലും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റൂട്ട് എടുക്കുക. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും? എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 49ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എത്രയാണ് മക്കളെ കിട്ടുന്നത്? ഏത് നമ്പർ സ്ക്വയർ ചെയ്യുമ്പോഴാണ് 49 കിട്ടുന്നത്? 7 സ്ക്വയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ 7 കിട്ടും. 7 ആണോ? അല്ല, റൂട്ട് 7 എന്നല്ല, സോറി, റൂട്ട് 49 എന്ന് പറഞ്ഞാൽ +or-7 ആണ്. ഇവിടെ +or- ഇടാൻ മറക്കുമ്പോഴാണ് നിങ്ങൾക്ക് എക്സിന് ഒറ്റ സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? എക്സിന് ഒറ്റ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എറർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് x + 5 = +or-7 ആണെങ്കിൽ അവിടെ 2 സൊല്യൂഷൻ കിട്ടും. എങ്ങനെ ചെയ്യാം? രണ്ടായിട്ട് ചെയ്യാം. x + 5 = 7, x + 5 = -7 എന്ന് പറഞ്ഞിട്ട് 2 രീതിയിൽ ചെയ്യാം. x + 5 = 7 എന്ന് പറയുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യും? x = 2 എന്ന് സോൾവ് ചെയ്യാം. ഇവിടെ x + 5 = -7 എങ്ങനെ സോൾവ് ചെയ്യും? x = -7 - 5, അപ്പോൾ എത്ര കിട്ടും? -12 എന്ന് കിട്ടും അല്ലേ? x = -12. അപ്പം x = 2ഉം x = -12ഉം ആണ് 2 ഉത്തരം. ഇത് മനസ്സിലായല്ലോ? ഇത് ക്ലിയർ ആണല്ലോ? സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം, അല്ല സോറി, കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നിട്ടുള്ള മെത്തേഡ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഇൻ കേസ് നിങ്ങൾ കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് പറ്റുന്നില്ല, ഈ സെക്കൻഡ് ടേമൊക്കെ 11 ഒക്കെ വന്നു, അല്ലെങ്കിൽ 13 ഒക്കെ വന്നു, അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്ത് സ്ക്വയറൊക്കെ ആഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ മെത്തേഡ് അല്ലെങ്കിൽ ഫോർമുല മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ x² + 10x = 24 എന്ന് പറയുന്നതിലാണ് നിങ്ങൾ a b c എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവും, കുഴഞ്ഞു പോകും, തെറ്റിപ്പോവും. കാരണം ഇവിടെ =ൻ്റെ അപ്പുറത്ത് എന്ത് തന്നെ വേണം? ഒന്നും വരാൻ പാടില്ല, 0 തന്നെ വേണം. അപ്പോൾ 24നെ എന്ത് ചെയ്യുക? ഇപ്പുറത്ത് കൊണ്ടുവരിക. x² + 10x -24 = 0. പക്ഷേ കംപ്ലീറ്റ് ഇൻ ദ മെത്തേഡ് ചെയ്യുമ്പോൾ എന്താണ്? =ൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഈ 24നെ ഇട്ടിട്ടുള്ളത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമ്പിളാണ്. കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് ചെയ്യുമ്പോൾ =ൻ്റെ അപ്പുറത്ത് ആ നമ്പർ വരും. അതേസമയം നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? =ൻ്റെ ഇപ്പുറത്ത് വേണം എന്ത് ചെയ്യാൻ? എല്ലാ ടേംസും കൊണ്ടുവരാനായിട്ട്. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a എത്രയാണ്? a ജനറലി x² മാത്രമേ കാണത്തുള്ളൂ. a എപ്പോഴും 1 തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഇൻ കേസ് വ്യത്യാസം വരാം. b എത്ര തന്നെയായിരിക്കും? b എന്ന് പറയുമ്പോൾ 10 ആണ്. ആൻഡ് c എന്ന് പറയുമ്പോൾ എന്ത് ഇടുക? -സൈൻ ഇടുക. മക്കളെ, ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റിപ്പോവാൻ ചാൻസ് വരുന്നത് സൈൻ ഇട്ട് കൊടുക്കുമ്പോഴാണ്. കാരണം -b ഓൾറെഡി ഉണ്ട് അവിടെ. -b + or b² -√b² - 4ac/2a എന്നാണുള്ളതാണ് ജനറൽ ഇക്വേഷൻ. പക്ഷേ അവിടെ -b ഉള്ളത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എടുക്കുമ്പോൾ -24 എടുത്താലും ഇവിടെ -b എന്നുള്ളത് -24 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 24 അല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. സോ നെഗറ്റീവുള്ള b ആണ് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ സൈൻ നോക്കി കൃത്യമായിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതാണ് നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. എക്സിൻ്റെ സൊല്യൂഷൻ മക്കളെ മനസ്സിലാക്കുക. സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം അറിയാമെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ യൂസിങ് ദ ഫോർമുല മെത്തേഡ് ചെയ്യുക. ഈ 2 മെത്തേഡ് നിങ്ങൾ ജനറലി എപ്പോഴും ഓർത്തിരിക്കുക. ഇത്ര മാത്രമാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിങ്ങൾ ചെയ്യാനുള്ളത്. വേർഡ് പ്രോബ്ലം തരും, അതിൽ നിന്ന് നിങ്ങൾ ഇക്വേഷൻ ബിൽഡ് ചെയ്യുക. ഇക്വേഷൻ ബിൽഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ദെൻ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രി കുറച്ച് ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിക്കുക, കുറച്ച് മാർക്കിന് കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് മക്കളെ. കാരണം ഇപ്രാവശ്യം മോഡൽ എക്സാമിന് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ജനറലി എക്സാം NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്.
ജനറലി നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു ട്രയാങ്കിൾ, ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ആംഗിളും 45 and 45 ആണെങ്കിൽ ഇതെന്താണ്? ഐസോസ്ലെസ് റൈറ്റ് ട്രയാങ്കിളാണ്. ഐസോസ്ലെസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഏതോ രണ്ട് സൈഡ് ഈക്വലാണ്. മനസ്സിലായോ? രണ്ട് സൈഡ് ഈക്വലാണ്. ആൻഡ് ഇവിടെ 90 ഡിഗ്രി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈൻസ് വരുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈപ്പോട്ടന്യൂസിൽ √2, ഇവിടെ രണ്ടും 1:1. അതായത് റേഷ്യോ വരുന്നത് 1:1:√2. ഏതിനൊക്കെ? 45, 90. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയല്ല ചോദിക്കാൻ പോകുന്നത്. ജനറലി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോർഡിനേറ്റും ഈ ഒരു പാഠമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 45, ഇത് 45 ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് മാത്രം നയിക്കും 2 എന്ന് തന്നിട്ടുണ്ട്. അതായത് 45ൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ മക്കളെ 2. ഇവിടെ 2 ആണെങ്കിൽ റേഷ്യോ എങ്ങനെയാണ്? ഇവിടെ 2 ആവും. അപ്പോൾ ഈ 1:2 ചെയ്യുക, ഇവിടെയും 2 ആവും. അപ്പോൾ ഈ √2 × 2 കൂടെ ചെയ്യുക. മനസ്സിലായോ? 2√2 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പൈതഗോറസ് തിയറം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കാണാൻ പറ്റും. 2√2 ആണ് ആൻസർ. മനസ്സിലായോ? ഇതുപോലെ വേറൊരു സിമിലറായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ റേഷ്യോ വേറെ വന്നു കഴിഞ്ഞാൽ മക്കളെ റൈറ്റ് ആംഗിളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ റേഷ്യോ മാത്രമേ ചോദിക്കുകയുള്ളൂ. 30, 60 അതുപോലെ തന്നെ 90, അല്ലാതെ 45, 90 ഈ രണ്ട് ടൈപ്പിലുള്ള റേഷ്യോ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് സൈഡിൽ 1, അതുപോലെ 60ൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ √3 ആൻഡ് ഹൈപ്പോട്ടന്യൂസിൽ 2. ഇങ്ങനെയായിരിക്കും റേഷ്യോ വരുന്നത്. മനസ്സിലായോ? ഇങ്ങനെ സോൾവ് ചെയ്യാൻ ഇപ്പം ഞാൻ ജനറലി ചോദിക്കുകയാണ്. ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ 30, ഇവിടെ 60, അതുപോലെ ഇവിടെ 90. ഓക്കെ. ആൻഡ് ഇവിടെ ഞാൻ തന്നിട്ടുണ്ട് 4 ആണ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ്. 4 ആണ് ഹൈപ്പോട്ടന്യൂസ് എങ്കിൽ അപ്പോൾ 1:2:√3 അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്ര തന്നിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട് അല്ലേ. 4 തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡ് ഏതായിരിക്കും? ഇവിടെ 2 ഇൻറ്റു ചെയ്തൊക്കെയല്ലേ. അപ്പോൾ ഇവിടെയും 2 ഇൻറ്റു ചെയ്യുക, 2√3 കിട്ടും. ഇവിടെയും 2 ഇൻറ്റു ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ ജനറലി എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 2√3, അതുപോലെ ഇവിടെ 2. ഇങ്ങനെയായിരിക്കും നിങ്ങൾ സൈഡ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ വരുന്നത്. കോർഡിനേറ്റിലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഫിഗർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആംഗിളിൻ്റെ റേഷ്യോ റിലേഷൻ പഠിച്ച് നോക്കുക. 40 ഡിഗ്രി, 90 ഡിഗ്രി, അതുപോലെ 1:1:√2. അതുപോലെ തന്നെ 30 ഡിഗ്രി, 60 ഡിഗ്രി, അതുപോലെ 1:3:√2 എന്നൊക്കെയുള്ള ജനറൽ റിലേഷൻ എന്ത് ചെയ്യുക മക്കളെ? ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സൈൻ, കോസ്, അതുപോലെ തന്നെ ടാൻ. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കാരണം നിങ്ങൾ പഠിച്ചിരിക്കുക. ജനറലി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ഓക്കെ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ത് കാണും? ഹൈപ്പോട്ടന്യൂസ് കാണും. ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞാൽ കൺസിഡർ എ. ഇവിടെ നമുക്ക് എ ആണ് ആംഗിൾ. ഓക്കെ. ABC. മക്കളെ സൈൻ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും അപ്പോൾ ഈ സൈൻ എ ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡില്ലേ ബി സി ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? BA. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഒരു ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, അതല്ലേ നിങ്ങൾക്ക് ഈ ഹൈറ്റ് തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഇതൊരു ടവറാണ്, ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കാണും? നിങ്ങൾക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കാണാൻ, ഈ ചരിവാണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് കാണും? നിങ്ങൾ ഓപ്പോസിറ്റ് സൈൻ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് കാണും. ഏതാണോ ആക്യുറേറ്റ് അത് തന്നെ കാണുക. അങ്ങനെയാണെങ്കിൽ കോസ് ഏതായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് CA. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, പിന്നെ പഠിപ്പിക്കുകയില്ല, ജസ്റ്റ് ഒന്ന് റിവിഷൻ മാത്രമാണ് കേട്ടോ. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എങ്ങനെയായിരിക്കും കാണുന്നത്? ടാൻ ആയിരിക്കും നമുക്ക് കൂടുതൽ റിലേറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. കാരണം നമുക്ക് ജനറലി ഒരു ഹൈറ്റ് ഓഫ് എ ടവർ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ് ഒക്കെ തരും, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് എ ട്രീ തരും. എന്നിട്ട് ഈ ട്രീ തൊട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും കാണാൻ പോകുന്നത്. അതായത് നമുക്ക് അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വരുന്ന ആരാണ്? ടാൻ എ ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. മനസ്സിലായോ? അതായത് ആരാണ് ഇവിടെ ആരാണ്? ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? BC ആണ്. ഓക്കെ. BC ഡിവൈഡഡ് ബൈ CA. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വരുന്നത് ടാൻ ആയിരിക്കും. ടാൻ എന്തായാലും പഠിക്കുക എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. മക്കളെ ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ ക്ലാസ്സിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ടാൻ, എന്താണ് സൈൻ, എന്താണ് കോസ് എന്ന് ജനറലി ഒരു അവയർനെസ്, ഒരു മനസ്സിലാക്കൽ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുക. ഇത്ര മനസ്സിലായല്ലോ. ടാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്.
ആൻഡ് കോസും സൈനും കൂടി ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഹൈപ്പോട്ടന്യൂസ് വരുന്നതാണ് രണ്ടും. ആൻഡ് ഇത് അനുസരിച്ച് നമുക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എ ബോയ് സ്റ്റാൻഡിങ് 40 meters അവേ ഫ്രം. അപ്പോൾ ഇങ്ങനത്തുള്ള ജനറൽ ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രി എന്നാണെന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സൈനും ടാനും കോസും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓരോ റിലേഷൻ എത്രയാണ് വാല്യൂസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ജനറൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. കാരണം നമുക്ക് ഫിഗർ വരയ്ക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായാലും നല്ലോണം മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. ബോയ് സ്റ്റാൻഡിങ് 40 meters അവേ ഫ്രം ദ ഫൂട്ട് ഓഫ് എ ടവർ. ജനറലി സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഒരു കുട്ടി, ഒരു പയ്യൻ 40 meters അവേ ഫ്രം ദ ഫൂട്ട് ഓഫ് എ ടവർ, ഒരു ടവറിൻ്റെ ഫൂട്ടിൽ നിന്നും 40 meter അകലെയാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ വരയ്ക്കും? ഒരു ടവർ വരയ്ക്കുക, ഒരു ടവർ AB കൊടുക്കുക. ആ ടവറിൻ്റെ ഡിസ്റ്റൻസിൽ നിന്ന് 40 meter അവേ ആണ് അവൻ നിൽക്കുന്നത് അല്ലേ. 40 meter അവേ ആണ് ഈ ബോയ് നിൽക്കുന്നത്, അല്ലെങ്കിൽ D എന്ന് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എലിവേഷൻ, ആംഗിൾ ഓഫ് എലിവേഷൻ കൊടുത്തിട്ടുണ്ട് 45 degree ആണ്. 45 degree. ഓക്കെ, എ ഗേൾ സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ ടവർ. ഓപ്പോസിറ്റ് സൈഡിലാണ് ഒരു പെൺകുട്ടി നിൽക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ ടവർ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 38. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഗേൾ നിൽക്കുന്നുണ്ട് G. അവരുടെ എലിവേഷൻ എന്ന് പറയുമ്പോൾ 38 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കാണുന്നത്? റോ റഫ് ഫിഗർ. മക്കളെ നെയിം കൊടുക്കുക. ഈ ഫിഗർ വരച്ചിട്ടുള്ളതിനെല്ലാം നെയിം കൊടുക്കുക. AB എന്ന് പറയുന്ന ടവറാണ്. ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 40 meter ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. ആംഗിൾ ഓഫ് എലിവേഷൻ, ആ ബോയുടെ ആംഗിൾ ഓഫ് എലിവേഷൻ 45 ആണ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് എ ടവർ. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഹൈറ്റ് ഓഫ് എ ടവർ ചോദിച്ചു കഴിഞ്ഞാൽ ജനറലി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ആംഗിൾ ഓഫ് എലിവേഷൻ ചെക്ക് ചെയ്യുക. 45 ആണോ നോക്കുക. 45 ആണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? 45 ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതൊരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതായത് രണ്ട് സൈഡ് സെയിം ആയിരിക്കും. അതായത് ഇവിടെ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? 45 ആയിരിക്കും. ആ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ BD എന്ന് പറയുന്ന സൈഡും അതുപോലെ BA എന്ന് പറയുന്ന സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ടവറിൻ്റെ ഹൈറ്റ് എത്ര? ഈ ബോയുടെ ഡിസ്റ്റൻസ്, ടവറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ ഹൈറ്റ്. എത്രയായിരിക്കും? 40 meters തന്നെയാണ് മക്കളെ. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹൗ ഫാർ ഇസ് എ ഗേൾ സ്റ്റാൻഡിങ് അവേ ഫ്രം ദ ബോട്ടം ഓഫ് ദ ടവർ. അപ്പോൾ സൈനിൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. എത്രയാണ് ഡിസ്റ്റൻസ്? ഈ GB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് കാണാനുള്ളത്. നമുക്ക് എന്തുണ്ട്? ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് അല്ലേ. ആംഗിൾ ഓഫ് എലിവേഷൻ 30 degree ഉണ്ട്. എന്ത് ചെയ്യുക? അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് കാണാനുള്ളത്. ഞാൻ പറഞ്ഞു ടാൻ ആയിരിക്കും നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ടാൻ G ഈസ് ഈക്വൽ ടു എത്ര ഇടണം? അല്ലെങ്കിൽ ടാൻ 38 ഈസ് ഈക്വൽ ടു എത്ര കിട്ടണം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എത്ര കിട്ടും? 40 ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. അഡ്ജസ്റ്റൻറ്റ് സൈഡ് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എത്രയായിരിക്കും? 40 ഡിവൈഡഡ് ബൈ ടാൻ 38. ഓക്കെ, ടാൻ 38 എത്ര തന്നിട്ടുണ്ട് മക്കളെ? നോക്കൂ, 0.8 തന്നിട്ടുണ്ട്. 40 ഡിവൈഡഡ് ബൈ 0.8, അതായത് 400 ഡിവൈഡഡ് ബൈ 8 അല്ലേ. എത്ര കിട്ടും? 50 കിട്ടും. 50 meters ദൂരത്തിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ഗേൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ജനറലായിട്ട് നിങ്ങൾക്ക് ബേസിക് ക്വസ്റ്റ്യൻ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ടാനൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാഠമാണ് മക്കളെ. മിസ്സാക്കരുത്. ടാൻ ഓർത്ത് വയ്ക്കുക, സൈൻ ഓർത്ത് വയ്ക്കുക, കോസ് ഓർത്ത് വയ്ക്കുക. ജനറലി ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പാഠം ഓക്കെയാണ്. ട്രിഗ്നോമെട്രി ഓക്കെ അല്ലടാ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോർഡിനേറ്റ്സിലേക്ക് വന്നു. കോർഡിനേറ്റ്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് കോർഡിനേറ്റ് വരയ്ക്കാനാണ്. ജനറലി കോർഡിനേറ്റ് നമ്മളറിയാലോ. കോർഡിനേറ്റ് എത്ര ഉണ്ട്, എങ്ങനെയുണ്ട്, എത്രയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ X ആക്സിസ്, ഇവിടെ Y ആക്സിസ്, അതുപോലെ Y താഴേക്ക് വരുമ്പോൾ Y ഡാഷാണ്, ഇവിടെ നെഗറ്റീവാണ്. ആൻഡ് ഇങ്ങോട്ട് പോകുമ്പോൾ X ഡാഷാണ്. കുറച്ച് നീളം കൂട്ടി വരയ്ക്കാം, ഞാൻ ജസ്റ്റ് കുറച്ച് വരച്ചതേ ഉള്ളൂ. ആൻഡ് ഇവിടെ X എന്തായിരിക്കും മക്കളെ? ഇവിടെ X പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ Yയും അതുപോലെ തന്നെ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ X നെഗറ്റീവ് അല്ലടാ, X നെഗറ്റീവും അതുപോലെ Y എന്തായിരിക്കും? പോസിറ്റീവുമായിരിക്കും അല്ലേ. Y പോസിറ്റീവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3ാമത്തെ ക്വാഡ്രന്റിൽ വരുമ്പോൾ X നെഗറ്റീവ് അതുപോലെ തന്നെ Yയും നെഗറ്റീവ് തന്നെയായിരിക്കും. മനസ്സിലായോ? 4th വരുമ്പോൾ എത്രയായിരിക്കും? Y എന്ന് പറയുന്ന നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ X എന്തായിരിക്കും? X പോസിറ്റീവ് അല്ലേ. X പോസിറ്റീവും Y നെഗറ്റീവും ആയിരിക്കും. സോ ഇങ്ങനെയാണ് സൈൻ വരുന്നത്. ഓരോരോ കോർഡിനേറ്റിലും സൈൻ ഏത് സൈനാണ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ആൻഡ് ജനറലി നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഒരു പോയിന്റ് വരച്ച് X ആക്സിസിൽ ഒരു പോയിന്റ് വരച്ചാൽ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് എത്രയാണ് തന്നിട്ടില്ലെങ്കിൽ X എന്ന് തന്നെ എഴുതുക. പക്ഷേ Y എത്രയായിരിക്കും? Y എപ്പോഴും 0 തന്നെയായിരിക്കും. കാരണം Xൽ ഒരു കോർഡിനേറ്റ് വന്നു കഴിഞ്ഞാൽ Y ഇവിടെ എത്രയാണ്? 0 തന്നെയായിരിക്കും. അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ Yയിൽ ഒരു കോർഡിനേറ്റ് വന്നു കഴിഞ്ഞാൽ X എപ്പോഴും എത്രയായിരിക്കും? 0, Y എന്നായിരിക്കും നമ്മുടെ പോയിന്റ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജനറൽ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് ഒരു ലൈൻ ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് X ആക്സിസിന് പെർപെൻഡിക്കുലറാണ്, Y ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെന്ന് വെച്ചോ. Y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ എങ്ങനെ വരും? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ Y ആക്സിസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ X ആക്സിസിൽ മുട്ടുമ്പോൾ ആ കോർഡിനേറ്റ് എത്രയായിരിക്കും?
എക്സ് കോമ 0 ആയിരിക്കും, കാരണം വൈ അവിടെ 0 ആണ്, എക്സ് കോമ വൈ ആണ്. ഇതാണ് വൈക്ക് പാരലൽ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ എക്സിന് പാരലായിട്ട് വേറൊരു ലൈൻ വരികയാണെങ്കിൽ ഇവിടെ മുട്ടുമ്പോൾ പോയിൻ്റ് എത്രയായിരിക്കും? എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതുപോലെ വൈ എന്ന് പറയുന്നത് വൈ തന്നെ ആയിരിക്കും, -y ആയിരിക്കും, താഴോട്ടുള്ളതുകൊണ്ട് -y ആയിരിക്കും. ജനറലി ഓർത്തിരിക്കുക കേട്ടോ, ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ പാഠത്തിൽ നിങ്ങൾ കോർഡിനേറ്റ് ബേസിക്കലി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ് ഈ ചാപ്റ്റർ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിൽ മറ്റൊരു കാര്യം വരുന്നത് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിരിക്കുക, അതും ബേസിക്കലി നമ്മൾ ജോമെട്രിയിൽ വരുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കൊടുത്തതേ ഉള്ളൂ. ഡിസ്റ്റൻസ് ഫോർമുല കാണാൻ അറിയാമല്ലോ, ഒരു 2 പോയിൻറ്റ് 2 കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, x1 y1, ആൻഡ് ഇവിടെ ഒരു ലൈൻ വെച്ചിട്ടുണ്ട് x2 y2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഫോം ചെയ്യേണ്ട ഫോർമുലയാണ്. ജനറലി ഇപ്പോൾ നമുക്കിപ്പോൾ 3,2 അല്ലെങ്കിൽ ഇവിടെ ഒരു 5,11 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ, ദ ഹോൾ റൂട്ടാണ്, അല്ലെ മൊത്തത്തിൻ്റെ റൂട്ട് എടുക്കുക കേട്ടോ മക്കളെ. സിമ്പിളാണ്. ഇനി അടുത്ത മിഡ് പോയിൻറ്റ്, ഇത് ജനറലി ജോമെട്രി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്, ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരു ലൈൻ കട്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മിഡ് പോയിൻറ്റ് കാണുക. മിഡ് പോയിൻറ്റ് കാണുക. ഇവിടെ 2 കോർഡിനേറ്റ് കൊടുത്തേക്കും, ഇവിടുത്തെ മിഡ് പോയിൻറ്റ് കട്ട് ചെയ്യേണ്ട, ഈ 2 കോർഡിനേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മിഡ് പോയിൻറ്റ് കാണാനുള്ള ഫോമുലയാണ് എഴുതി വെച്ചിരിക്കുന്നത്. x1 + x2/2 ആൻഡ് y1 + y2/2 അതിൻ്റെ കോർഡിനേറ്റാണ്. ജനറലി നമ്മൾ ഏത് പാഠം, ജോമെട്രി പാഠം നോക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കും. ജസ്റ്റ് ഇത്രയും ഓർത്ത് വയ്ക്കുക മക്കളെ. ഈ ഇത്രയും ഓർത്ത് വെച്ചാൽ തന്നെ കോർഡിനേറ്റ്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ വളരെ കുറച്ച് കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. ജനറലി നിങ്ങൾ ഇത്രയും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ടാൻജൻസ് അടുത്ത ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ് ടാൻജൻസ്. മെയിൻലി നിങ്ങളോട് പറയാനുള്ളത് റിലേറ്റഡ് ടു സർക്കിൾസ് ആണ്. സർക്കിളായിട്ട് കുറച്ചധികം റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ഏത് ടാൻജൻസ് എന്ന് പറയുന്നത്. ടാൻജൻസിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ടാൻജൻസ് ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. ജനറലി പറയുന്നത് നമ്മളെ റേഡിയസ്, ഇപ്പോൾ ഒരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് എത്ര ടാൻജൻസ് വരയ്ക്കാൻ പറ്റും? ഒരു പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ കൂട്ടിമുട്ടുന്ന ടാൻജൻറ്റ് പോയിന്റിന് നമ്മളെ റേഡിയസ് നിന്ന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യനിൽ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ചതാണല്ലേ. അത് ഏതിൽ നിന്നാണ് കിട്ടിയത്? ഈ ടാൻജൻസ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടാണ്. അത് സർക്കിൾസിലെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ടാൻജൻസ് മേക്ക് എന്താണ് 90 ഡിഗ്രി വിത്ത് ദ റേഡിയസ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ജനറലി. ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാങ്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ട്രയാങ്കിൾ അല്ല, ടാൻജൻറ്റ്. ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഫ് എ ടാൻജൻറ്റ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ജനറലി ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ജനറലി ഒരു 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുക. 5 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് എന്ത് വരയ്ക്കുക? 2 ടാൻജൻസ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 2 സെൻറ്റിമീറ്റർ കോമ്പസിൽ മാർക്ക് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. ഇത് 2 സെൻറ്റിമീറ്റേഴ്സ് ആണ്. O മാർക്ക് ചെയ്യുക. ആൻഡ് ഒരു സെൻറ്ററിൽ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ അകലെ എന്ത് ചെയ്യുക? ഒരു പോയിന്റ് P എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഇതിൻ്റെ എന്ത് ചെയ്യുക? OP എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് കാണുക. മിഡ് പോയിന്റ് ബൈസെക്ടറൊക്കെ വരച്ചിട്ട് മിഡ് പോയിന്റ് കാണുക. ഇവിടെ ആയിരിക്കും മിഡ് പോയിന്റ് വരുന്നത്. ആൻഡ് ഈ മിഡ് പോയിന്റ് വരച്ച് ഇവിടെ ഒരു G എന്ന് കൊടുക്കുക അല്ലേ. GP എന്ന് പറയുന്ന സാധനത്തിനെ റേഡിയസ് ആക്കിയിട്ട് എന്ത് വരയ്ക്കുക? ഒരു സർക്കിൾ വരയ്ക്കുക മക്കളെ. ഒരു സർക്കിൾ വരയ്ക്കുക. അത് കോമ്പസൊക്കെ വെച്ച് വരച്ചാൽ മതി. ആൻഡ് ഇവിടെ ഈ പോയിന്റ് ഇവിടെ കൂട്ടിമുട്ടുന്ന പോയിന്റും ആൻഡ് ഈ P ഇവിടെ കൂട്ടിമുട്ടുന്ന പോയിന്റും ആയിരിക്കും നമ്മളെ ടാൻജൻസ്. ജനറലി ടാൻജൻസ് കൺസിഡർ ചെയ്യുക. ഇതിനെ R ഉം S ഒന്നും എന്താണ് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ആൻഡ് PS ആൻഡ് PR ഇസ് ദ ടാൻജൻറ്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് എന്ത് പറയുന്നത്, ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അത് 12 മാർക്ക് വരെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ തന്നെയാണ്. ഇത്രയും ടാൻജൻസിൻ്റെ ചാപ്റ്ററിൽ ഓർത്തിരിക്കുക കേട്ടോ. സിമ്പിളല്ലേ? അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് സോളിഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറച്ച് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈസിലി സ്കിപ്പാക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഫോമിലൊക്കെ ഓർത്തിരിക്കാനും കുറച്ച് പാടുള്ള ചാപ്റ്റർ തന്നെയാണ്. ജനറലി നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റിൽ നമുക്ക് ആകെ 4 കാര്യങ്ങളെ പഠിക്കാനുള്ളത്. ഒന്ന് സ്ക്വയർ പിരമിഡ്, ഒന്ന് കോണ്, പിന്നെ സ്പിയറും, പിന്നെ അതിൻ്റെ ഹെമിസ്ഫിയറും കേട്ടോ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ ഈ പാഠം കഴിഞ്ഞു. അപ്പം കോംപ്ലിക്കേറ്റഡ് ആവേണ്ട കാര്യമില്ല, കുറച്ച് അധികം ഫോമില ഉണ്ടെന്ന് തോന്നേണ്ട കാര്യമില്ല. ജനറലി നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം. നമ്മൾ എന്താണ് സ്ക്വയർ പിരമിഡ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു സ്ക്വയർ പിരമിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. സോ ഇതാണ് ഒരു സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡ് ഞാൻ വരച്ചു. ആൻഡ് എന്താണ് ബേസ് ലെങ്ത്? ഇവിടെ ഇത്രയും ദൂരമാണ് ബേസ് ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസിൽ ഈ ഒരു ചരിവ് അതിനെയാണ് സ്ലാൻഡ് ഹൈറ്റ് L എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നടുക്ക്, അതായത് ഇതിൻ്റെ ഹൈറ്റ്, ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഹൈറ്റ്, ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹൈറ്റ് H എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു സ്ക്വയർ പിരമിഡിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം.
അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് മനസ്സിലായി, എൽ മനസ്സിലായി, എ മനസ്സിലായി. ഈ 3 ക്വാണ്ടിറ്റീസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി ഒരു സ്ക്വയർ പിരമിഡിൽ. പിന്നെ ഈ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, ജസ്റ്റ് ഇത്രയും ഓർത്ത് നിങ്ങൾ ജനറലി ഓർത്ത് വയ്ക്കുക. എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്താണ്. പക്ഷേ എൽ എസ് എ ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കേട്ടോ. എൽ എസ് എ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ. ഈ ബേസ് ഏരിയയിലെ ഈ ബേസ് ഏരിയ കൂട്ടാതെ നമുക്ക് ബാക്കി ഈ 3 ട്രയാങ്കിൾസിൻ്റെ പരിപാടി, അത് ട്രയാങ്കിൾസിൻ്റെ എത്ര ഏരിയ, അതാണ് എൽ എസ് എ എന്ന് പറയുന്നത്. അത് ജനറലി 2AL ആണ്. ജനറലി നിങ്ങൾക്ക് എൽ എസ് എ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരത്തില്ല. എങ്ങനെ വരും? ഒരു 150 എൽ എസ് എ തന്നിട്ടുണ്ട്, സെൻറ്റിമീറ്റർ സ്ക്വയറാണ് എൽ എസ് എ. നമുക്ക് സ്ലാൻഡ് ആയിട്ട് തന്നിട്ടുണ്ട് 50 ആണ്. അങ്ങനെയാണെങ്കിൽ എ കാണുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറലി വരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ കാണും? 2AL ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൽ തന്നിട്ടുണ്ട് 50 ആണ്, 100 is equal to 150 എന്ന് കിട്ടും, 1.5 എന്നൊക്കെ ആൻസർ കിട്ടും. ജനറലി ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. എൽ എസ് എ എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് എൽ എസ് എ ക്വസ്റ്റ്യൻ വരത്തില്ല. എയ്തർ എ തന്നിക്കും അല്ലെങ്കിൽ സ്ലാൻഡ് ആയിട്ട് തന്നിക്കും. ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എൽ എസ് എ തന്നിക്കും, ഏതെങ്കിലും മറ്റൊന്ന് കാണാനായിരിക്കും ചോദ്യം. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ മക്കളെ. അടുത്ത ഒരു പാഠം എന്ന് പറയുമ്പോൾ TSA ആണ്, ടോട്ടൽ സർഫസ് ഏരിയ. ജനറലി ഒന്നുകൂടെ നമുക്ക് ആ പടം വരയ്ക്കാം. സോ ഇതാണ് ഹൈറ്റ് കേട്ടോ, ഇതാണ് ഹൈറ്റ് H, ഇത് സ്ലാൻഡ് ഹൈറ്റ് L. ഓക്കെ, ഇത് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ A സ്ക്വയർ പ്ലസ് 2AL. അതെന്താണ്? 2AL നമ്മളെ ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്. പിന്നെ ഈ ബേസ് ഏരിയ കൂട്ടത്തില്ലേ? ബേസ് ഏരിയ സ്ക്വയർ ആണ്, സ്ക്വയർ പിരമിഡ് അല്ലേ? ബേസ് ഏരിയ സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്തുവാ? A സ്ക്വയർ. അതിനോട് നമുക്ക് കൂട്ടിയാൽ മതി മക്കളെ. ജനറലി ഈ ഒരു സാധനം മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ കൂടെ A സ്ക്വയർ കൂട്ടുക. എന്താണ് സ്ക്വയർ പിരമിഡ് എന്നറിയാം? ബേസ് ഏരിയ കൂടെ കൂട്ടണം. അപ്പോൾ A സ്ക്വയർ പ്ലസ് 2AL. ലാറ്ററൽ സർഫസ് ഏരിയ നമുക്കറിയാം 2AL ആണ്. അപ്പോൾ ബേസ് ഏരിയയും കൂടെ കൂട്ടുമ്പോൾ A സ്ക്വയർ പ്ലസ് 2AL എന്ന് ഓർത്തിരിക്കാം. മനസ്സിലായോ? അടുത്തത് വോളിയമാണ്. വോളിയം എങ്ങനെ കാണും? വോളിയം എന്ന് പറയുമ്പോൾ 1/3A സ്ക്വയർ H. മക്കളെ H നമ്മൾ കണ്ടുപിടിച്ചില്ലല്ലോ. H കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ കൂടുതലും ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ജനറലി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ L ഉണ്ട്, A ഉണ്ട്. എയും എല്ലും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കടാ, ഉള്ളിലുള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാമല്ലോ. ഇവിടെ L ഉണ്ട്, ഇവിടെ A ഉണ്ട്. A ആണോ ഉള്ളത്? A അല്ല ഉള്ളത്. ഇവിടെ ഇതിൻ്റെ പകുതിയാണുള്ളത് അല്ലേ? സെൻട്രലാണ് ഉള്ളത്. അപ്പോൾ ഇത് ടോട്ടൽ A ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? A/2 ആയിരിക്കും മക്കളെ. A/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് H കണ്ടുപിടിച്ചൂടെ? H എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം L സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര? H സ്ക്വയർ പ്ലസ് A/2 ദ ഹോൾ സ്ക്വയർ. ഇതറിയാലോ. H സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് H സ്ക്വയർ ഈസ് ഈക്വൽ ടു L സ്ക്വയർ മൈനസ് A/2 ദ ഹോൾ സ്ക്വയർ. മക്കളാ മനസ്സിലായോ? സിമ്പിളായിട്ട് നമുക്കിതാ ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യും. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന മാത്രമല്ല, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മുതൽ പഠിച്ച് വന്ന കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്താണ് നമ്മൾ ഈ ചാപ്റ്റർ സോൾവ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ പഠിച്ച് വെക്കുക. 1/3A സ്ക്വയർ H ആണ് സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം കേട്ടോ. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്തുവാടാ? സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് ഇടുക, മീറ്ററിലാണ് തന്നിട്ടുണ്ടെങ്കിൽ മീറ്റർ ക്യൂബ് ഇടുക, ആൻഡ് ഏരിയ സ്ക്വയർ ഇടുക, സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ. അപ്പോൾ യൂണിറ്റൊക്കെ കൃത്യമായിട്ട് പഠിച്ച് വെച്ചോണം കേട്ടോ. എല്ലാ വോളിയത്തിലും എല്ലാ ഏരിയയിലും സ്ക്വയറും ക്യൂബും ഒക്കെ തന്നെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത കോണാണ്. കോൺ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് കോൺ. കോണിൻ്റെ ഹൈറ്റ് എന്നുള്ളത് H ആണ്. സിമ്പിൾ, ജനറലി നേരത്തെ നോക്കിയ കാര്യം തന്നെയാണ്. സ്ക്വയർ പിരമിഡും കോണും കുറച്ചൊക്കെ റിലേറ്റഡ് ആണ്. ഇവിടെ സ്ലാൻഡ് ആയിട്ടുണ്ട് L. അതുപോലെ ഇവിടെ എന്താണ്? A അല്ല, ഇവിടെ റേഡിയസ് ആണ് വരുന്നത്, സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ പിരമിഡിൻ്റെ LSA എത്രയായിരിക്കും? LSA എന്ന് പറയുമ്പോൾ πRL ആയിരിക്കും. πRL ആയിരിക്കും LSA. ഇത് ഓർത്തിരിക്കുക, πRL ആണ്, കൺഫ്യൂഷൻ ഇല്ല. ഇനി ഹൈറ്റ് തന്നിട്ടില്ല, സ്ലാൻഡ് ഹൈറ്റും റേഡിയസും മാത്രം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണും? ഹൈറ്റിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തുണ്ട്? L-ൻ്റെ സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ മൈനസ് R-ൻ്റെ സ്ക്വയർ അല്ലേ? പൈതഗോറസ് തിയറം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് B സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹൈറ്റിൻ്റെ കാര്യം കാണുക. അപ്പോൾ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ടല്ലോ, LSA തന്നിട്ടുണ്ട് എത്രയാണ്? πRL എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ പറ, ആ ലോജിക് ഉപയോഗിച്ച് പറ. എന്തുകൂടെ കൂട്ടണം? ഈ ബേസ് ഏരിയ കൂടെ കൂട്ടണം. ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഏരിയ ഓഫ് ദി സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? πR². അപ്പോൾ എത്ര കിട്ടും? LSA പ്ലസ് πR² ചെയ്യുമ്പോൾ എത്ര കിട്ടും? ടോട്ടൽ സർഫസ് ഏരിയ ആയിട്ടുള്ള TSA കിട്ടും. എത്രയാണ്? πR² പ്ലസ് πRL. ഇതിൽ πR കോമൺ എടുത്തിട്ട് R+L, πR × R+ എന്ന് എഴുതും. ഓവറായിട്ട് പഠിച്ചിട്ട് ഓരോ ഇക്വേഷൻ പഠിച്ച് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. πR² പ്ലസ് πRL എന്ന് നിങ്ങൾ ജനറലി എഴുതി വെക്കുക കേട്ടോ. ആൻഡ് ഇവിടെ നമ്മൾ 1/3 A² H ഉണ്ട്. ഇവിടെ
1/3 പൈ ആർ സ്ക്വയർ എച്ച് ഉണ്ട്. കണ്ടോ, ഇത് രണ്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചുകൂടെ? 1/3 എ സ്ക്വയർ എച്ചും 1/3 പൈ ആർ സ്ക്വയർ എച്ചും. ഇത് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഷേപ്പും ആണല്ലോ, സ്ക്വയർ പിരമിഡും അതുപോലെ തന്നെ നമ്മുടെ കോണും. അപ്പോൾ ജനറലി അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക മക്കളെ, എളുപ്പമാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇക്വേഷൻ ജനറലി അപ്ലൈ ചെയ്ത് ആ ഇക്വേഷനിലുള്ള കാര്യങ്ങൾ ന്യൂമറൽസിനൊക്കെ ഡയറക്റ്റ് എടുത്ത് എഴുതി ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇത്, വിട്ട് കളയരുത് കേട്ടോ. അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ സ്പിയർ ആണ്. സ്പിയറിൽ സർഫസ് ഏരിയ ഉണ്ട്. സർഫസ് ഏരിയ അറിയണം, 4πr³ ആണ്. 4πr³ ആണ് ആര്? സർഫസ് ഏരിയ. സർഫസ് ഏരിയയിൽ ടോട്ടൽ സർഫസ് ഏരിയയും അതുപോലെ തന്നെ LSA ഒക്കെ സെയിം ആണ്. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 4πr³ ആണ്. ഇപ്പോൾ TSA LSA എന്ന് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. വോളിയം എന്ന് പറയുമ്പോൾ 4/3 πr³ ആണെന്ന് മനസ്സിലാക്കുക. വോളിയം എന്താണ് ഞാൻ പറഞ്ഞു, സെൻറ്റിമീറ്റർ ക്യൂബിലൊക്കെയാണ്. അപ്പോൾ എന്താണ്, ഇതും ക്യൂബാണെന്ന് ഓർത്തിരുന്നാൽ മതി. ജനറലി ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെമിസ്ഫിയറിൻ്റെയും ഇക്വേഷൻ കൂടി പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഹെമിസ്ഫിയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹെമിസ്ഫിയറിലുണ്ടല്ലോ, ഹെമിസ്ഫിയറിൽ LSAയും TSAയും ഉണ്ട്. LSA ലാറ്ററൽ സർഫസ് ഏരിയ ഈ ഒരു ഏരിയയാണ്. LSA വരുന്നതെന്ന് പറയുമ്പോൾ എത്രയാണ്? 2πr³ ആണ്. ഇത് LSA ആണേ. LSA എന്ന് പറയുമ്പോൾ 2πr³ ആണ് കേട്ടോ, 2πr³ ആണ്. ഇനി TSA ടോട്ടൽ സർഫസ് ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ, TSA ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് കൂടി ആഡ് ചെയ്യണം? പറ, ഇതിനെ ഇവിടെ കൊടുത്തിട്ടില്ല. എന്ത് ചെയ്യണം? LSAൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഇവിടെ 6 തന്നിട്ടുണ്ടല്ലോ, ആ സർക്കിളിൻ്റെ ഏരിയ അങ്ങ് ആഡ് ചെയ്താൽ പോരെ. എത്രയാണ്? πr² കേട്ടോ, πr². അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ πr² ഈ πr² കോമൺ എടുത്ത് 2+1 അതായത് 3πr² എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതാണ് ജനറലി TSAൻ്റെ ഫോമുല ഹെമിസ്ഫിയറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഫോമുല മാത്രം പഠിച്ചാലും ഇത് കണക്ട് ചെയ്ത് എഴുതാൻ അറിയണം. എല്ലാ ഫോമുലയും കാണാതെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുക എന്നുള്ളതല്ല ഐഡിയ. എന്ത് ചെയ്യുക, ഒരു സ്പെസിഫിക് ടോപ്പിക്ക് പഠിച്ചിട്ട് അത് കണക്ട് ചെയ്ത് എഴുതാൻ പഠിക്കുക കേട്ടോ. ആൻഡ് ഇവിടെ വോളിയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വോളിയത്തിൻ്റെ സ്പിയറിൻ്റെ വോളിയത്തിൻ്റെ പകുതിയല്ലടാ വോളിയം ഇങ്ങനെ കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് മാറത്തില്ല. വോളിയത്തിൻ്റെ പകുതി എത്ര? 4/3 πr³ പകുതി എത്ര? 2/3 πr³ കേട്ടോ, 2/3 πr³ എന്ന് കിട്ടും. സോ ഇത്രയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ജനറലി ഇത്ര മാത്രമേ ഉള്ളൂ, ഇത്ര മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഫോമുലാസ് എല്ലാം പഠിച്ചു വയ്ക്കുക. സോ ഇത് കാരണം ബേസിക്കലി നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്? നമ്മുടെ സ്ക്വയർ പിരമിഡിൻ്റെ ക്വസ്റ്റ്യൻ. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഇസ് 15 സെൻറ്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ആൻഡ് ലാറ്ററൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട് 270 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ്. ബേസ് എഡ്ജ് കാണുക എന്നുള്ളതാണ് മക്കളെ ചോദ്യം. നേരത്തെ ഞാൻ പറഞ്ഞു, LSA തരും, L തരും, നമുക്ക് എന്ത് കാണണം? 2AL വെച്ചിട്ട് A കാണുക അല്ലേ. 2AL = എത്ര തന്നിട്ടുണ്ട്? AL എത്ര തന്നിട്ടുണ്ട്? പിരമിഡ് 15 തന്നിട്ടുണ്ട്. = A കാണുക. സോറി, ലാറ്ററൽ സർഫസ് ഏരിയ 270 തന്നിട്ടുണ്ട്. 30A = 270 തന്നിട്ടുണ്ട്. A = എത്ര കാണുക? 270 / 30 എത്ര കിട്ടും? 9 കിട്ടും അല്ലേ, 9 കിട്ടും. അപ്പോൾ ബേസ് എഡ്ജ് എത്ര കിട്ടി? 9 കിട്ടി. ഹൈറ്റ് കാണുക. പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈതഗോറസ് തിയറം ഹൈറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ A/2 ഉണ്ട്. A/2 ആണ്, A എഴുതരുത്, 9 തന്നെ കൊണ്ടുവച്ച് എഴുതരുത്, കൺഫ്യൂഷൻ വരും. പിന്നെ സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട് മക്കളെ. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ h² = L² - A/2 അല്ലേ, A/2 ആണ്. ആൻഡ് L² എന്ന് പറയുമ്പോൾ 15² - 9/2 ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ 4.5ൻ്റെ സ്ക്വയർ. ഇപ്പോൾ ഇത് h = √of എന്ന് വരും. അത് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടത്തില്ല. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ആവും, ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്നുള്ള മൈൻഡ് വരണ്ട. കാരണം ഇപ്പോൾ ഇപ്രാവശ്യത്തെ മോഡൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ വരത്തില്ല, റൂട്ടിൻ്റെ അകത്ത് തന്നെ കിടക്കും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല, നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ട് നമുക്ക് ഹൈറ്റ് √something എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. ഇതിൻ്റെ സൊല്യൂഷൻ കാണുക, √something എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടും. ആ റൂട്ട് എന്ത് ചെയ്യുക, ആ റൂട്ട് ഇട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇപ്പം വോളിയം കണ്ടുപിടിക്കാനായാലും 1/3 A² ആണെങ്കിലും എന്ത് ചെയ്യുക, എച്ചിന് റൂട്ട് എന്നുള്ള വാല്യൂ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. 1/3 A² എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വോളിയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ മാത്രം അറിഞ്ഞാൽ മതി. ഒരു ഫോമുല പഠിക്കുക, ആ ഫോമുലയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ, ഈ പാഠം വിട്ട് കളയരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 9ാമത്തെ പാഠത്തിൽ അടുത്ത ചാപ്റ്ററിലോട്ട് പോവുകയാണ്, ജോമെട്രി ആൻഡ് ആൾജിബ്ര. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ജോമെട്രി ആൻഡ് ആൾജിബ്ര. പറഞ്ഞു ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് മിഡ് പോയിൻറ്റ് തിയറം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സർക്കിളായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സർക്കിളൊക്കെ തന്നിട്ടൊരു ഡയമീറ്റർ കൊടുത്തേക്കും എൻ്റെയും കോർഡിനേറ്റ് കൊടുത്തേക്കും, ബിൻ്റെയും കോർഡിനേറ്റ് കൊടുക്കും. സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് കാണുക എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? മിഡ് പോയിൻറ്റ് തിയറം ഉപയോഗിക്കുക. സർക്കിളിൻ്റെ കോർഡിനേറ്റ് x1 + x2/2, y2 + y1/2 എന്നുള്ള ജനറൽ ഫോമുല ഉപയോഗിച്ച് ചെയ്യുക.
റേഷ്യോ m/n എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിൽ കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ A, ഇവിടെ B, വീണ്ടും ഓക്കെ, ഇവിടെ C. അപ്പോൾ m/n എന്ന് പറഞ്ഞിട്ടൊരു ഫോമുലയിൽ ഇതിനെ അല്ലെങ്കിൽ ഒരു റേഷ്യോയിൽ ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ C എന്ന് പറയുന്ന കോർഡിനേറ്റ്, C എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എത്രയാണ്? mx2 + nx1 ഡിവൈഡഡ് ബൈ m+n, അതുപോലെ my2 + ny2 ഡിവൈഡഡ് ബൈ n+n എന്ന് പറയുന്ന ഫോമുല വെച്ചിട്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക് തന്നെയാണ്, അല്ലെങ്കിൽ പ്രോബ്ലം തന്നെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഫോമുല അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോർഡിനേറ്റ് കാണുക, അത്ര മാത്രമേ ഉള്ളൂ. സ്ലോപ്പ് കാണുക, സ്ലോപ്പ് കാണാനുള്ള ക്വസ്റ്റ്യൻ വരും. സ്ലോപ്പ് കാണുക, ചരിവ് കാണാനുള്ള ക്വസ്റ്റ്യൻ വരും. സ്ലോപ്പ് കാണാനായിട്ട് നിങ്ങൾക്ക് 2 കോർഡിനേറ്റ് തന്നിക്കും. y2 - y1 ഡിവൈഡ് ബൈ x2 - x1 തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. ഡയറക്റ്റ് m = y2 - y1 ഡിവൈഡ് ബൈ x2 - x1 ചെയ്യുക കേട്ടോ. ഇക്വേഷൻ ചോദിക്കും. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ജനറലി y2 - y1 സ്ലോപ്പ് ഇൻറ്റു x2 - x1. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കാണുക, രണ്ടിൻ്റെ സ്ലോപ്പ് കാണുക, എന്നിട്ട് y - y ആ y1ൻ്റെ ഒരു വാല്യൂ 1 എന്ന് വയ്ക്കുക. സ്ലോപ്പ് ഇപ്പോൾ 4 ആണെന്ന് വയ്ക്കുക. ഇപ്പോൾ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ 1,2 ആണ്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ 4 ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? y - 2 അല്ലേ = സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 4 അല്ലേ, 4 × x - 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എങ്ങനെ എഴുതും? y - 2 = 4x - 8 എന്ന് കിട്ടും. അതായത് y - 4x എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് എഴുതുക. എന്ത് കിട്ടും? +6 = 0 എന്ന് പറഞ്ഞിട്ടും നിങ്ങളെ ഇങ്ങനെയാണ് നിങ്ങൾ ഇക്വേഷൻ കാണേണ്ടത്. ജനറലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് അല്ലേ, സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് ആണ് a, b. അങ്ങനെയാണെങ്കിൽ a, b ആണെങ്കിൽ റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? റേഡിയസ് 6 ആണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോമുല എങ്ങനെയാണ്? x - a² + y - b² r² എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഫോമുല എഴുതേണ്ടത് കേട്ടോ. ആൻഡ് എയും ബിയും അവിടെ എന്താണ്? സെൻറ്ററാണ്. ഇങ്ങനെയാണ് നിങ്ങൾ സർക്കിളിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കേണ്ടത്. സോ ഇത്ര മാത്രമാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഓർത്തിരിക്കേണ്ടത്. പക്ഷേ വെയിറ്റേജ് അത്യാവശ്യം കൂടിയ ചാപ്റ്റർ തന്നെയാണ് ജോമെട്രി. അടുത്ത ഇതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ദ കോർഡിനേറ്റ് ഓഫ് എ പോയിൻറ്റ് A, B തന്നിട്ടുണ്ട്. ഓക്കെ, എയും ബിയും രണ്ട് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ള റേഷ്യോ ഏതാണ്? 1:2 ആണ്. നമുക്കറിയാം ഫോമുല m/n ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പീൻ്റെ കോർഡിനേറ്റ് എത്രയായിരിക്കും? m × x2 + n × x1 ഡിവൈഡഡ് ബൈ m+n, m × y2 n × y1 ഡിവൈഡഡ് ബൈ m+n. ഈ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. മക്കളെ y1ഉം x2ഉം ഒന്നും കൺഫ്യൂഷൻ ആവാൻ പോകരുത്. എങ്ങനെയാണ്? m എത്രയാണ്? m 1 ആണ്. അപ്പോൾ 1 × 11 + n എത്രയാണ്? 2 ആണ്. n × 2 ഡിവൈഡഡ് ബൈ m+n എത്രയാണ്? 3 ആണല്ലേ. അതായത് 1 + 2 m+n എന്ന് പറയുന്നത് 1 + 2 ആണ്. ആൻഡ് ഇവിടെ m × y2 എത്രയാണ്? y2 എന്ന് പറയുമ്പോൾ 1 × 9 + n എന്ന് പറയുമ്പോൾ 2 × y1 - 3 ഡിവൈഡഡ് ബൈ m+n എന്ന് പറയുമ്പോൾ 3 തന്നെയാണ്. സോ 2 കോർഡിനേറ്റ് കിട്ടി. എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുക 11 + 4 എത്ര കിട്ടും? 15/3 അതുപോലെ 9 - 6 എത്ര? 3/3 കിട്ടും. അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന എത്രയാണ്? പി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ 5,1 ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് കിട്ടിയതെന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ കോർഡിനേറ്റ് കാണാനുള്ള രീതിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. p = 5. ഇപ്പം നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പെട്ടെന്ന് ഇതിന് സൊല്യൂഷൻ കാണാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഇത് നമ്മുടെ കോർഡിനേറ്റ്. ജനറലായിട്ട് ഫോമുല എഴുതുക, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വരാം, നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസ്, 10th ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസിലാണ് നമ്മൾ നടക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് സൊല്യൂഷൻ ഫോർ എക്സ് ആണ്. എക്സിൻ്റെ സൊല്യൂഷൻ കാണുക എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ കണ്ടപ്പോൾ നമ്മൾ പല രീതി പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും, ഏത് രീതിയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് കറക്റ്റ് സൊല്യൂഷൻ കിട്ടും എന്നുള്ള. അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്യാൻ നോക്കുക. റെപ്രസെൻ്റ് ദ പോളിനോമിയൽ ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഉറപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പോളിനോമിയലെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക്. x² + 7x + 12 എന്ന് പറയുന്ന ഒരു പോളിനോമിയലുണ്ട്. ഈ പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് കാണും. എങ്ങനെ കാണും മക്കളെ? ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? -b ± അത്ര ഇട്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നോക്കൂ, ഇവിടെ സം എന്നുള്ളത് 7 കിട്ടി.
പ്രോഡക്റ്റ് എന്നുള്ളത് എത്ര കിട്ടണം 12 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് ഏതായിരിക്കും 4ഉം 3ഉം 4ഉം 3ഉം തന്നെയാണ് ആ രണ്ട് നമ്പേഴ്സ്. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഇവരെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 12ഉം കിട്ടും, സം ചെയ്യുമ്പോൾ 7ഉം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻസ് 4ഉം 3 ആണോ? അല്ല, 4ഉം 3 ആണ് നമ്പേഴ്സ്. സൊല്യൂഷൻ എങ്ങനെയായിരിക്കും കാണാൻ പറഞ്ഞിട്ടുണ്ട്, എവരുടെ ഓപ്പോസിറ്റ് സൈൻ ഇടുക. സൊല്യൂഷൻ എങ്ങനെയാണ് 4ൻ്റെ 3ൻ്റെ ഓപ്പോസിറ്റ് സൈൻ -4 -3. ഇപ്പോൾ 4ഉം -3 ആയിരുന്നെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ -4ഉം +3 ഇടുക. മനസ്സിലായോ? ഏതാണോ കിട്ടുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഇടുക. -3ഉം -4ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഫാക്ടേഴ്സിന് എങ്ങനെ എഴുതാം? x -4, x -3 ഇവരായിരിക്കും ഫാക്ടേഴ്സ്. അതായത് x + 4ഉം അതുപോലെ തന്നെ x + 3ഉം ആയിരിക്കും ഇവരുടെ ഫാക്ടേഴ്സ്. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, x + 4 ആൻഡ് x + 3 ഇവരായിരിക്കും ഫാക്ടേഴ്സ്. പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റായിട്ട് എഴുതുക. അപ്പോൾ x + 4 × x + 3 = എത്രയാണ് പോളിനോമിയൽ? x² + 7x + 12. ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമ്മളൊരു പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് p(x) = x² - ജനറലി ഇപ്പോൾ p(x) = x² - ഇതാണ് തന്നിട്ടുണ്ട്. p(1) കാണുക. p(1) കാണാനുണ്ട്, ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. എങ്ങനെ കാണുക? എക്സിന് പകരം 1 കൊടുക്കുക മക്കളെ. 1² + 7 + 12 അല്ലേ? 1² + 7 + 12 അപ്പോൾ എത്ര കിട്ടും? 20 കിട്ടും അല്ലേ? 20 കിട്ടും. ഡയറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 7 + 1 എത്ര കിട്ടും? 1² 1 ആണ്. 7 + 1 എന്ന് പറയുമ്പോൾ 8, 8 + 12 എന്ന് പറയുമ്പോൾ 20 ഡയറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിക്കാം. സീറോ ഓഫ് എ പോളിനോമിയൽ കാണാൻ ചോദിക്കാം. ആൻഡ് ഇഫ് p(x) = x² + 3x - k. ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കെയിൻ്റെ വാല്യൂ കാണുക. ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്ങനെ? x - 1 is a factor of k എന്ന് കൊടുത്തിട്ടുണ്ട്. x - 1 is a factor of k എന്ന് പറഞ്ഞാൽ x - 1 = 0 കൊടുക്കുക. x = എത്ര കിട്ടും? ഇതൊരു സൊല്യൂഷനാണ്. x = 1 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? x = 1 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ p(x)ന് പകരം p(1) ഇട്ട് കൊടുത്തൂടെ? p(1) എത്ര കിട്ടണം? 0 കിട്ടണം. 1 സൊല്യൂഷൻ ആണെങ്കിൽ p(1) ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടണം? 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോളിനോമിയൽ കൊടുത്തിട്ടുണ്ട്. p(1) ഇട്ട് കൊടുക്കൂ. 1² + 3 × 1 - k = എത്ര കിട്ടണം? p(1) = എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇത് = 0 ആണ്. മനസ്സിലായോ? 1² എന്ന് പറയുമ്പോൾ 1 + 3 × 1 എന്ന് പറയുമ്പോൾ 3 - k = 0. 4 - k = 0. അതായത് -k = -4, k = എത്ര കിട്ടും? 4 കിട്ടും. ഇങ്ങനെ കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. മനസ്സിലായോ? എന്നിട്ട് കേക്ക് ഇപ്പം വാല്യൂ കണ്ടുപിടിച്ചിട്ട് x² പ്ലസ് പോളിനോമിയൽ നമ്മൾ ഇട്ട് കൊടുക്കുക. -4 ആണ് നമ്മുടെ പോളിനോമിയൽ. ഇതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ചോദിക്കാം. എങ്ങനെ കാണും? സിമ്പിളായിട്ട് ഇൻറ്റു കിട്ടുമ്പോൾ -4 കിട്ടുന്ന ഏത്, സം ചെയ്യുമ്പോൾ +3 കിട്ടുന്ന ഏത്, സൊല്യൂഷൻ കാണുക. സൊല്യൂഷൻ കണ്ടിട്ട് ഫാക്ടേഴ്സ് കാണുക. ഫാക്ടേഴ്സ് കണ്ടിട്ട് അവരുടെ പ്രോഡക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഉള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ പാഠത്തുനിന്ന് ചോദ്യം വരാൻ ഉള്ളത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ആ പാഠം കുറച്ച് സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ആ പാഠം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിളാണ്. മറ്റേ -b + 1 -√b² -4ac / 2a എന്ന് പറയുന്ന ആ ഫോമുല പഠിക്കുക. അതുപോലെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് പഠിക്കുക. ഇത്ര തന്നെയാണ് നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ളത് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റത്തെ പാഠമാണ്. വളരെ കുറച്ച് ഡെഫിനറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള, അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അതേപോലെ വരാനുള്ള ചാൻസ് ഉള്ള പാഠമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് പോവുക. ബേസിക്കലി നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മീനാണ്. മീൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം മക്കളെ? തന്നിട്ടുള്ള x1 x2 എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പർ എല്ലാം കൂടെ കൂട്ടുക. എത്ര ടേം ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 5 ടേം തന്നിട്ടുണ്ട്. 1 + 2 + 3 + 4 + 5 ഡിവൈഡ് ബൈ ഹോൾ നമ്പർ എത്രയാണ്? 5 ഡിവൈഡ് ചെയ്യുക. 10, 17 ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഉണ്ടോ അത്രയും വെച്ച് ഡിവൈഡ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ മീൻ കാണാൻ നമുക്കറിയാം. മീഡിയൻ എങ്ങനെ കാണും? മീഡിയൻ തന്നിട്ടുള്ള ഓർഡറിൽ എഴുതിയിട്ട് ചെയ്യാൻ അങ്ങനെ ചെയ്യരുത്. കാരണം അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ തന്നെ എഴുതിയിട്ട് ചെയ്യുക. മീഡിയൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. മീഡിയൻ ഓഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? മീഡിയൻ ഓഡ് ആണെങ്കിൽ n + 1/2 അല്ലേ? 7 ആണെങ്കിൽ 7 ആണ് വന്നിട്ടുണ്ടെങ്കിൽ 7 + 1/2, അതായത് 4th ടേം ആയിരിക്കും അവിടെ എന്ത് മീഡിയൻ ആയിട്ട് എടുക്കേണ്ടത്. ആൻഡ് ഇപ്പോൾ ഈവൻ ആണെങ്കിൽ എന്ത് വരും? 2 മീഡിയൻ വരും. ഈവൻ ആണെങ്കിൽ 2 മീഡിയൻ വരും. ഏതൊക്കെയാണ്? n/2th ടേമും അതുപോലെ n/2 + 1th ടേം. ഈ 2 ടേം ആയിരിക്കും അവിടെ എന്ത് വരുന്നത്? നമ്മുടെ
മീഡിയൻ വരുന്നത്. എന്നിട്ട് അവരുടെ മീൻ എടുക്കുക. ഇപ്പം 8ാമത്തെ ടേം ആണെങ്കിൽ എന്തായിരിക്കും, 8ാമത്തെ ടേമാണ് 8 ടേംസ് ഉള്ളൊരു സീരീസ് ആണെങ്കിൽ അവിടെ 8/2 4th ടേമും അതുപോലെ 8/2 + 1 4 + 1 എത്ര ആയിട്ടും 5 5th ടേം. ഇവർ രണ്ടുപേരുമായിരിക്കും അവിടുത്തെ എന്ത് മീഡിയൻ. ഇവരുടെ ആവറേജ് എടുക്കുക. ഇവരുടെ ആവറേജ് അതിപ്പോൾ 10ഉം 17ഉം ആണെങ്കിൽ അവരുടെ ആവറേജ് എടുത്തിട്ട് കൂട്ടുക, സം എടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അത് ഓർത്തിരിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അത്യാവശ്യം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കാനുള്ള കാര്യമാണ് അസ്യൂംഡ് മീഡിയൻ അല്ലെങ്കിൽ മീഡിയൻ കാണുന്ന രീതി. ജനറലി നിങ്ങൾക്കൊരു ക്ലാസ് തരാം. അതൊരു സ്റ്റുഡൻറ്റിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസും മാർക്കും ആണെന്ന് വെച്ചോ. ഇപ്പോൾ നമ്മൾ മാർക്ക് അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. നിങ്ങൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓരോന്നും സം ചെയ്ത് എഴുതുക. ഇപ്പോൾ കൺസിഡർ നിങ്ങൾക്കൊരു 18 അല്ലെങ്കിൽ ഒരു 17 നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചോ. 17 ആണ് നിങ്ങൾക്ക് കിട്ടിയത്. 17ാമത്തെ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ 17 ടോട്ടൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചോ. 17 + 1/2 അതായത് 18/2 9th കുട്ടി. ഇതിൻ്റെ മീഡിയം കാണുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി ടോട്ടൽ സം ചെയ്യുമ്പോൾ 17 കിട്ടി. അപ്പോൾ 17 + 1/2 ആരാണ് 1/2 18/2 എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് 9 കിട്ടിയത്. അപ്പോൾ ഈ 9th സ്റ്റുഡൻറ്റിൻ്റെ എന്താണ് 9th സ്റ്റുഡൻറ്റിൻ്റെ മീഡിയനാണ് നിങ്ങളുടെ 9th സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്. ഇവിടെ മാർക്കല്ലേ തന്നിട്ടുള്ളത്, ആണ് നിങ്ങളുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ നമുക്കിപ്പം ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് 7, അതുപോലെ അടുത്ത ക്ലാസ് കൊടുത്തിട്ടുള്ളത് 17 എന്ന് വെച്ചോ. ആൻഡ് ഇവിടെ നമുക്ക് മാർക്ക് എന്നുള്ളത് 30 കൊടുക്കാം, 30. ആൻഡ് ഇവിടെ നമുക്ക് 40 ആണ് ഫ്രീക്വൻസി തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ 2 ക്ലാസ് ഇതിൻ്റെ ഇടയിലല്ലേ 9 വരുന്നത്. അപ്പോൾ ഈ 2 സെലക്ട് ചെയ്തു. ഈ 2 സെലക്ട് ചെയ്യുമ്പോൾ അസ്യൂംഡ് മീഡിയൻ ഏതാണ്? അസ്യൂംഡ് മീഡിയൻ എന്ന് പറയുമ്പോൾ 7th x7 ആണ് നമ്മുടെ അസ്യൂംഡ്. x7 അല്ല, അസ്യൂംഡ് മീഡിയൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആളിൻ്റെ ഒന്ന് കൂട്ടിയിട്ട് 8ാമത്തെ ആളിൻ്റെയാണ് നമ്മളെ അസ്യൂംഡ്. x8 കാണുക. x8 കാണാനുള്ള ഫോമുലയാണ് എങ്ങനെയാണ് x8 ജനറലി മനസ്സിലായാലും നിങ്ങൾക്ക്. ഇവിടെ 7ാമത്തെ ആളാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ തൊട്ടടുത്ത ആളെടുക്കുക, ആളിൻ്റെ ആയിരിക്കും ചോദിക്കുന്നത്. 8 എടുക്കുക. = L + D/2. L എങ്ങനെ ആയിരിക്കും മക്കളെ കാണുന്നത്? L എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റ്. ഇവിടെ 30 ആണ് L. ഓക്കെ. D എന്താണ്? പൊസിഷൻ ഡിഫറൻസ്. നേരത്തെ പഠിച്ചില്ലേ, പൊസിഷൻ ഡിഫറൻസ് ഡിവൈഡ് ബൈ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ആരൊക്കെ? 70 നിന്ന് 7 കുറയ്ക്കുക, 70 നിന്ന് 7 കുറയ്ക്കുക, അതുപോലെ 40 നിന്ന് 30 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 10/10 എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ D1 ആണ്. അപ്പോൾ L 30 ആണ്. അപ്പോൾ 30 + 1/2 ജനറലി എക്സാമ്പിൾ തന്നാണ് കേട്ടോ. അതായത് 30.5 എന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് ആരുടെയാണ് കൂട്ടാനുള്ളത്? ആരുടെ മാർക്കാണ് കാണാനുള്ളത്? നമുക്ക് 9th ആളിൻ്റെയാണ് കാണാനുള്ളത്. 9th ആൾ ഇവിടെ നമുക്ക് 8 ആണ് കിട്ടിയിട്ടുള്ളത്. 9th ആളിൻ്റെ കാണാൻ വേണ്ടിയിട്ട് x+ എത്ര D കൂട്ടണം? 1 D കൂട്ടിയാൽ മതി അല്ലേ? 1 D കൂട്ടിയാൽ മതി. ഇപ്പോൾ 10ാമത്തെ ആളിൻ്റെ ആണെങ്കിൽ 2 D കൂട്ടണം അങ്ങനെ. അപ്പം ഇവിടെ 30.5 D എത്രയാണ്? 1 ആണ്. അതായത് 31.5 ആയിരിക്കും അവിടുത്തെ മീഡിയൻ. ഇവിടെ ഇതാണ് x8 ആണ് എന്ത് നമ്മുടെ അസ്യൂംഡ് മീഡിയൻ. അപ്പോൾ അസ്യൂംഡ് മീഡിയൻ കാണാൻ അറിയാം, മീഡിയൻ എങ്ങനെയാണ് സോൾവ് ആക്കാനെന്ന് അറിയാം. മക്കളെ ഇത് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, നമ്മളിത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വേഗത്തിന് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്കൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ മീഡിയൻ കാണാനായിട്ട് പഠിക്കുക. മീഡിയൻ എങ്ങനെ കാണും? xn, അതായത് ഈ xn എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്യൂംഡ് മീഡിയൻ. xn = L + D/L ആണ് കേട്ടോ. L + D/2 എന്നാണ് നമ്മുടെ ഫോർമുല. ലോവർ ലിമിറ്റ് D/2. D എന്താണെന്നറിയാം, L എന്താണെന്നറിയാം. ആൻഡ് x + k, അതായത് 8 തന്നിട്ടുണ്ടെങ്കിൽ 10 ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2D കൂട്ടുക, kക്ക് പകരം 2 കൊടുക്കുക, അത്രേ ഉള്ളൂ. ജനറലി നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണിത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചോദിക്കും, 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത് കേട്ടോ. സോ അത്രയായിരുന്നു നിങ്ങളുടെ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും നോക്കിയത്. ആൻഡ് നിങ്ങൾക്ക് തരാനുള്ള ടിപ്സ്, എക്സാം എഴുതാനുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ മാനേജ് യുവർ ടൈം. മക്കളെ മാത്സ് ആണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ നമ്പേഴ്സൊക്കെ വെച്ച് ഒരുപാട് നേരം കളിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. 2.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. സോ ടൈം മാനേജ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1 മാർക്കില്ല, ഒരു ബേസിക് മാർക്കിന് 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യരുത്, ഒരുപാട് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഡയറക്റ്റ് ഫോമിൽ അപ്ലൈ ചെയ്യുക, കണക്കങ്ങ് ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി. കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് തന്നെയാണ് ടൈം മാനേജ് ചെയ്യാനുള്ളത്. കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മാത്സ്. നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം ടൈം നിങ്ങൾ 80 മാർക്കിനും അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് ഓടിയെത്തണം. അപ്പം ടൈം മാനേജ് ചെയ്യുന്നുള്ള കാര്യം കുറച്ച് ടാസ്ക്കാണ്. അത് ചെയ്യുക. റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞു, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ ഒന്നുകൂടി വായിക്കുക, കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോമിൽ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. അങ്ങനെ വയ്ക്കുക. 2-3 തവണ ഒരു ക്വസ്റ്റ്യൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് വിടരുത്. വീണ്ടും വായിച്ചു നോക്കുക. എന്തെങ്കിലും അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് ഒരു ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയായി. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ വായിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഡയറക്റ്റ് മനസ്സിലായെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. കാരണം
ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കണ്ടൻറ്റ് ആയിരിക്കില്ല നിങ്ങൾ രണ്ടാമത് വായിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തോ വ്യത്യാസം തോന്നും. ചിലപ്പോൾ നിങ്ങൾ ജനറലി ഇപ്പോൾ നമുക്ക് നേരത്തെ എടുത്തിട്ടുള്ള എക്സാമ്പിൾ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എക്സിന് വാല്യൂ കാണുക എന്നുള്ളത് ചിലപ്പം ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുക എന്നുള്ളതായിരിക്കും ചോദ്യം. പക്ഷേ നിങ്ങൾ വായിച്ചത് ഫാക്ടേഴ്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ X+1ഉം X+3ഉം മാത്രം എഴുതും. X+1 × X+3 ആയിരുന്നു ആൻസർ. ഇൻറ്റു എന്നുള്ള സാധനം നിങ്ങൾ എഴുതത്തില്ല. അപ്പോൾ അവിടെ മാർക്ക് പോവുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കെയർഫുള്ളായിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. അത് തന്നെയാണ് നിങ്ങൾ അത് ഓർക്കാനുള്ളത്. പിന്നെ ഇക്വേഷൻ എഴുതുക. മാത്സ് ആണ്, ഓരോ ഇക്വേഷൻ എഴുതുക. ചില കുട്ടികളെങ്കിലും ഇക്വേഷൻ അറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്നുള്ള മട്ടിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ എഴുതാം. പക്ഷേ അത് ഓക്കെയാണ്. പക്ഷേ ഇക്വേഷൻ എഴുതുന്നതിന് സെപ്പറേറ്റ് മാർക്ക് ഉണ്ട്. അതുകൊണ്ട് ഇക്വേഷൻ തന്നെ എഴുതുക. ഇൻ കേസ് നിങ്ങൾ ഇക്വേഷൻ എഴുതാതെ ഡയറക്റ്റ് എഴുതുമ്പോൾ ഏതെങ്കിലും വാല്യൂസ് മാറി കോംപ്ലിക്കേറ്റഡ് ആയി പോയി കഴിഞ്ഞാലും വാല്യൂസ് ലാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഫുൾ മാർക്കും പോകും. ഓക്കെ, ഇക്വേഷൻ എഴുതിയാൽ ടീച്ചറിന് മനസ്സിലാവും ഓക്കെ ഈ കുട്ടി ഈ മാർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാവും. അപ്പോൾ അതും ശ്രദ്ധിക്കുക, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റ്. നിങ്ങൾ 2.5 മണിക്കൂർ എക്സാം ഹോളിൽ ഇരിക്കുകയാണ്. അപ്പം നിങ്ങളെ ബ്രെയിനൊക്കെ ഡൗൺ ആവും. ഒന്ന് അപ്പാക്കാനായിട്ട് വെള്ളം കുടിക്കുക എപ്പോഴും. സോ ജനറലി ഇത്രയാണ് പറയാനുള്ള കാര്യങ്ങൾ. സോ മക്കളെ എല്ലാവരും നല്ലോണം പഠിക്കുകയാണെന്നൊക്കെ അറിയാം. എല്ലാവരും നല്ലോണം പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.